കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന പ്രിയപ്പെട്ട മക്കളെ കൊലപ്പെടുത്തി കരുണയുടെ ഒരു വാക്ക് പോലും ഉരിയിടാൻ പോലും ആവാത്ത വിധം കരുണാവാനായ പടച്ച റബ്ബിന്റെ അനുയായികളാണെന്ന് പറഞ്ഞ് കരുണയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫോളോ ചെയ്യുകയാണെന്ന് പറഞ്ഞു വരുന്നവർക്ക് എങ്ങനെയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ പൈതലിനെ കൊല്ലാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഗർഭസ്ഥ ശിശുവിനെ കൊല്ലാൻ കഴിയുന്നത്? എങ്ങനെയാണ് നശീകരണത്തിന്റെ പ്രത്യയശാസ്ത്രത്തെ പിന്തുടരാൻ കഴിയുന്നത്? നിങ്ങൾ വിചാരിക്കരുത്, ഞാൻ സൂചിപ്പിച്ചു വരുന്നത് ഇസ്തിഗാസയുടെ നിഷേധികളുടെ അടിസ്ഥാനം തന്നെ ഭീകരമാണെന്നാണ്. അവരുടെ അടിസ്ഥാനം തന്നെ ബീഭത്സമാണ്. അവരുടെ പശ്ചാത്തലം തന്നെ കൃത്യമാണ്, വ്യക്തമാണ്. അത് നശീകരണത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്. കാരണം അവരെ ഉണ്ടാക്കിയത് തന്നെ ഇസ്ലാം അനുഷ്ഠിച്ചു പോകുന്ന, ഇസ്ലാമികപരമായി കൃത്യമായി അളന്ന് മുറിച്ചു വന്നുകൊണ്ടിരുന്ന പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ, ആദർശങ്ങളെയാണ്. ഇനിയും നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഞാൻ പറയുന്നത് രണ്ടുപേരെ പറ്റിയാണ്: ഇസ്തിഗാസയുടെ അനുകൂലികൾ, ഇസ്തിഗാസയുടെ വിരോധികൾ. ഇനി ഇസ്തിഗാസ വിരോധികളുടെ മറ്റൊരു സ്വഭാവം നിങ്ങൾക്ക് കാണാം. ഞാൻ ഈ സ്വഭാവങ്ങളൊക്കെ പറയുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള ആളുകളാണ് ഇസ്തിഗാസ തെറ്റാണെന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ തെറ്റ് വിശ്വസിക്കേണ്ട കാര്യമില്ല, ഇവരിങ്ങനെ തന്നെയാണ്. ഇവരെ സ്വഭാവം മനസ്സിലാക്കിയാൽ പിന്നെ ഇവര് പറയണ ഇക്കാര്യവും തെറ്റാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പരിശുദ്ധമായ തൗഹീദിൽ പോലും തീരുമാനമാവാത്ത ആളുകളാണ് ഇന്നിപ്പോ ഇസ്തിഗാസയെ പറ്റി സംസാരിക്കാൻ വന്നിട്ടുള്ളത്. പ്രിയമുള്ള കൂട്ടുകാരെ, ഇരിക്കുന്ന മറുവിഭാഗത്തിലെ പ്രഗത്ഭരെന്ന് പറയപ്പെടുന്നവരോട് വളരെ മാന്യമായി തന്നെ പറയുന്നു, നിങ്ങളെ തൗഹീദ് ഇപ്പൊ തീരുമാനമായിട്ടുണ്ടോ ആവോ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തൗഹീദിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്നിട്ട് പോലും ഇവരുടെ വിഭാഗങ്ങളിൽ പലരും ഇപ്പൊ ഐക്യത്തിന്റെ സന്ദേശമായിട്ട് വരികയാണ്. പത്രക്കാര് ചോദിച്ചു, സിഹറിന്റെ വിഷയത്തിൽ നിങ്ങൾ ഇപ്പൊ തീരുമാനമായോ ചോദിച്ചപ്പോ അത് ഞങ്ങൾ ജംഇയ്യത്തുൽ ഉലമ കൂടിയിട്ട് പിന്നെ തീരുമാനിക്കുന്ന പറഞ്ഞ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആദർശ പാപ്പരത്തിന്റെ പേരാണോ ഇത് എന്ന് ഞങ്ങൾ അറിയാതെ ശങ്കിച്ചു പോവാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, എത്ര കാലമാണ് ഇസ്തിഗാസയുടെ നിഷേധികളായ ആളുകൾ ജിന്നിനെ പറ്റി പറഞ്ഞത്? ഇപ്പൊ ജിന്നി എന്ന് കേൾക്കുമ്പോ തന്നെ ചെറുവാടിയിലേക്ക് ഓടേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ജിന്നിന്റെ വിഷയത്തിൽ അത് പറയുമ്പോ തന്നെ പേടിയാണ്. ഞങ്ങൾ വെറുതെ ആക്ഷേപമായി പറയല്ല, കാരണം ഒരു തെറ്റിനെ സ്ഥിരപ്പെടുത്തുന്നവരെ റബ്ബ് എപ്പോഴും ഒരു നിശ്ചയമില്ലാത്ത വിധം വൈരുദ്ധ്യങ്ങളുടെ കലവറയാകുന്ന വിധത്തിൽ, വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയുടെ മറവിലാണ് ഇവരിപ്പോൾ ഇസ്തിഗാസയെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, കാര്യം വളരെ വ്യക്തമാണ്. പടച്ച റബ്ബ് പറഞ്ഞു, അല്ലാഹുവിൻ്റെതല്ലാത്ത ഏത് വാദവുമായി വന്നാൽ വൈരുദ്ധ്യങ്ങളെ അവർ പറയൂ, വൈരുദ്ധ്യങ്ങളെ എഴുതൂ, വൈരുദ്ധ്യങ്ങളെ അവർ വിളിച്ചു പറയൂ. അതുകൊണ്ടാണ് അവരുടെ എഴുത്തുകളിൽ വൈരുദ്ധ്യം വരുന്നത്. ഇരിക്കുന്നവർ തന്നെ എത്രത്തോളം ഐക്യമാണ് എന്ന് കണ്ടറിയേണ്ടതാണ്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഇതുവരെ ഇവർക്ക് വയത് പറഞ്ഞിരുന്ന ആള് ഇപ്പൊ പറയാണ്, അതൊന്നും പറ്റൂല, മൈക്കേം പറ്റൂല, വീഡിയോവും പറ്റൂല, ഒന്നും പറ്റൂല എന്ന് പറയുന്ന രൂപത്തിലേക്ക് മാറിയെങ്കിൽ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദീനിന്റെ കാര്യങ്ങൾ. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് റിസർച്ചിന്റെ ആവശ്യമില്ല. അൽയൗമ അക്മൽതു ലക്കും, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ദീൻ ഇവിടെ സമ്പൂർണ്ണമാണ്, ഇവിടെ പരിപൂർണമാണ്. ചേർത്തേണ്ട കാര്യമില്ല, ചോർത്തി പറയേണ്ട കാര്യമില്ല. ആർക്ക് മുമ്പിലും ആർജവത്തോടെ പറയാൻ മാത്രം കൃത്യമായി, വ്യക്തമായി, സുവ്യക്തമായി ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പറഞ്ഞു വരുന്നത്, ഇസ്തിഗാസ എന്നത് നിഷേധിക്കുന്നവരുടെ അടിസ്ഥാനം തന്നെ പാപ്പരത്വമാണ്. ഇനി നിങ്ങൾക്ക് കാണാം, ഞാൻ നേരത്തെ പറഞ്ഞത് പൂർവ്വസൂരികൾ എന്ത് ചെയ്തു എന്ന്. ഇൻഷാ അല്ലാഹ് പൂർവ്വസൂരികളുടെ ഘോഷയാത്ര ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളത് പ്രതീക്ഷിച്ചോളൂ. കാരണം നമ്മൾ പറയുന്നത് ആരുടെ മതമാണ്? ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച മതമാണ്, മഹാന്മാര് പഠിപ്പിച്ച മതമാണ്. അതുകൊണ്ട് തന്നെയാണ് ഡസൻ കണക്കിന് ഇമാമുമാർ ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള മഹാന്മാരായ
പണ്ഡിതന്മാർ കൃത്യമായി തന്നെ ഇസ്തിഗാസയെ പറ്റി പറഞ്ഞതിന്റെ ഉദ്ധരണികൾ നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾക്കറിയുമോ, ബഹുമാനപ്പെട്ട ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് കൃത്യമായി തന്നെ പറഞ്ഞു, ഇസ്തിഗാസ എന്ന് പറയുന്നത് അത് വേണ്ട കാര്യമാണ്, മാറ്റി നിർത്തേണ്ട കാര്യമല്ല. ഇബ്നുൽ ഹാജ് റഹിമഹുല്ല പറഞ്ഞു, തീർന്നില്ല, ഇഷ്ടം പോലെ ആളുകൾ. സുബുക്കി ഇമാം പറഞ്ഞു, സുബുക്കി ഇമാമിനെയും ഇബ്നുൽ ഹാജ് റഹിമഹുല്ലയെയും പോലെ, ബഹുമാനപ്പെട്ട ഇമാം റംലിയെ പോലെ തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാരെ പറ്റി പറയുമ്പോൾ അത് നിങ്ങൾ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞ് തള്ളുന്നവരോട് പറയാണ്, ഞങ്ങളുടെ ആത്മാഭിമാനം എന്ന് പറയുന്നത് ഈ പൂർവ്വസൂരികളായ പണ്ഡിതന്മാരാണ്. അവർക്ക് വേണ്ടി വാദിക്കാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതേ സമയത്ത് ഇത്തരം വാദമുഖങ്ങളെ ബഹുമാനപ്പെട്ട ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിഅന്നൽ ഇസ്തിഗാസത ബിൽ അംബിയാഇ വൽ മുർസലീന വൽ ഔലിയാഇ വൽ ഉലമാഇ വസ്സാലിഹീന ജായിസത്തുൽ എന്നങ്ങനെ തുടങ്ങിയിട്ട് പറയാണ്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടക്കമുള്ള അംബിയാക്കൾ, മുർസലീങ്ങൾ, ഔലിയാക്കൾ അവരോട് ഇസ്തിഗാസ ചെയ്യൽ അനുവദനീയമാണ്. മാത്രമല്ല, ലിഅന്ന മുഅ്ജിസത്തൽ അംബിയാഇ വകറാമാത്തിൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിം, മരണത്തോടുകൂടി അവരുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നു എന്ന് പറഞ്ഞ് പുതിയൊരു മതത്തെ പടച്ചുണ്ടാക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. അത് മുറിയില്ല എന്ന് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹാജർ റഹിമഹുല്ല തഅരീഫുൽ അനാമിൽ കൃത്യമായി തന്നെ പറയുന്നു, ഫമൻ തവസ്സല ബിഹി ഔ ഇസ്തിഗാസ ഔ ഇസ്തഗാസ ബിഹി ഔ ത്വലബ ഹവായിജഹു മിൻഹു എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ്, അതൊന്നും തള്ളപ്പെടൂല, അതൊന്നും മാറ്റിവെക്കപ്പെടൂല. നിങ്ങൾക്ക് പറയാനും സഹായം ചോദിക്കാനും വിഷയങ്ങൾ അറിയിക്കാനും ഒരു നേതാവുണ്ടെന്ന് തന്നെയാണ് ലോകം അംഗീകരിച്ച പണ്ഡിതന്മാർ പറഞ്ഞത്. വിഷയാവതരണത്തിന്റെ സമയം അത് വളരെ കൃത്യമായതുകൊണ്ട് ഞാൻ അധികമായി പറയുന്നില്ല. പറഞ്ഞു വെച്ച കാര്യം ഇത്രയാണ്, ഇസ്തിഗാസ നിഷേധിക്കണമെങ്കിൽ, അത് തെറ്റാണെന്ന് പറയണമെങ്കിൽ ഹിജ്റ 1-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ജീവിച്ചിട്ടുള്ള ഓരോ പണ്ഡിതന്മാരുടെയും വാദമുഖങ്ങൾ തെറ്റാണെന്ന് പറയേണ്ടി വരും. പലരെയും നമുക്ക് പ്രതികളാക്കേണ്ടി വരും, മഹാന്മാരെ മാറ്റി നിർത്തേണ്ടി വരും. ഇനിയും ഖുർആനും സുന്നത്തും മനസ്സിലാവാതെയാണോ ഈ പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് പറയേണ്ടി വരും. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളായ നമ്മുടെ മുൻഗാമികൾ അവര് പറയുന്നത് തെറ്റാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ദീൻ ആരാണ് പറഞ്ഞതെന്നത്? ഞങ്ങൾ പഠിച്ച ദീൻ ഓൺലൈൻ ദീനല്ല, ഞങ്ങൾ പഠിച്ച ദീൻ ഗൂഗിളിന്റെ ദീനല്ല, ഞങ്ങൾ പഠിച്ച ദീൻ വാട്സപ്പിന്റെ ദീനല്ല, ഞങ്ങൾ പഠിച്ച ദീൻ ഫേസ്ബുക്ക് വഴിയല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉസ്താദുമാര് വഴി, ഉസ്താദുമാരുടെ ഉസ്താദുമാര് വഴി അങ്ങനെ കണ്ണികളറ്റാതെ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ദീനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങളുടെ പ്രമാണം വിശുദ്ധ ഖുർആനും സുന്നത്തുമാണ്. എങ്ങനെയാണത്? മഹാന്മാരായ മുൻഗാമികൾ എങ്ങനെയാണോ ഖുർആൻ മനസ്സിലാക്കിയത് അതുപോലെ ഞങ്ങൾ മനസ്സിലാക്കൂ. അത് ഞങ്ങളുടെ ഒരു ബലഹീനതയായി കൂട്ടിക്കോളൂ. എങ്ങനെയാണോ മുൻഗാമികൾ ഹദീസ് മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കാനുള്ള ശക്തിയെ ഞങ്ങൾക്കുള്ളൂ. അതിലപ്പുറം ചിന്തിക്കാൻ മാത്രം യുക്തി ഞങ്ങൾക്കില്ല. ഞങ്ങൾ അതിൽ വളരെ വീക്കാണ് നിങ്ങൾ കൂട്ടിക്കോളൂ. കാരണം എന്താണ്? ഞങ്ങൾക്കറിയേണ്ടത്, ഞങ്ങൾ പറയുന്നത് മുൻഗാമികളുടെ മതത്തെ പറ്റിയാണ്. അതുകൊണ്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയത്തിന്റെ അവസാന ഘട്ടമായതുകൊണ്ട് ആവർത്തിച്ചു പറയുന്നു, ഇസ്തിഗാസ എന്ന് പറയുന്നത് ഇക്കാലമത്രയും ഇമാമുമാരാൽ അവിതർക്കിതമായ കാര്യമാണ്. ഏതെങ്കിലും ചില അപശബ്ദങ്ങൾ വന്നു എന്നതൊഴിച്ചാൽ ഇമാമുകാർക്കിടയിൽ ഇസ്തിഗാസയിൽ തർക്കമില്ല, മഹാന്മാർക്ക് തർക്കമില്ല, ഒരാൾക്ക് പോലും തർക്കമില്ല. ഇൻഷാ അല്ലാഹ് അതിവിടെ ഇന്ന് സ്ഥിരപ്പെടുക തന്നെ ചെയ്യുമെന്ന് സൂചിപ്പിച്ച് നമ്മുടെ ഈ വാക്കുകൾ, നമ്മുടെ ഈ പറച്ചിലുകൾ സത്യം തിരിച്ചറിയാനുള്ള കാരണമാക്കി തരുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അസത്യത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാനും മാന്യമായി നിലപാടുകൾ സ്വീകരിക്കുവാനുമുള്ള തൗഫീഖ് റബ്ബ് തആല നമുക്ക് നൽകുമാറാവട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, സുന്നി വിഭാഗത്തിൻ്റെ വിഷയാവതരണം അവസാനിച്ചു. അടുത്തതായി മുജാഹിദ് സലഫി വിഭാഗത്തിൻ്റെ വിഷയാവതരണത്തിനായി സൽമാൻ ബിൻ സലീം മൗലവിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാം ഒരു സംവാദവേളയിലാണ് ഇവിടെ ഉള്ളത്. ഈ സംവാദം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പുകിലുകൾ ഉണ്ടായി എന്ന് നമുക്കൊക്കെ അറിയാം. വ്യവസ്ഥയൊക്കെ എല്ലാവരും 5 മണിക്കൂർ വ്യവസ്ഥ യൂട്യൂബിലൂടെയും അതിൻ്റെ ഭാഗങ്ങൾ വാട്സപ്പിലൂടെയും മറ്റുമൊക്കെ കണ്ടതാണ്. ഏതായിരുന്നാലും നമ്മുടെ സഹോദരൻ അനസ് സഖാഫിയുടെ വിഷയാവതരണം കേട്ടു. സിറാത്തുൽ മുസ്തഖീമും അതുപോലെ തന്നെ മാ അന അലൈഹി വഅസ്ഹാബി എന്നൊക്കെ പറയുമ്പോൾ തോന്നും ഓരൊക്കെ ആ പാതയിൽ അങ്ങോട്ട് നിൽക്കുകയാണെന്നാണ്. ഇത് പണ്ട് നമ്മളെ ചില ഇവരോട് പണ്ട് പറഞ്ഞതാണ്, എന്ത് പഞ്ചസാര ചാക്കുമേല് ഇത് ഉപ്പാണെന്ന് എഴുതിയാല് ആവൂല, മനസ്സിലാകല്ല, അത് ആവൂല. നിങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താവൂല, നിങ്ങളാവൂല. എന്താണ് സിറാത്തുൽ മുസ്തഖീം? ഇവിടെ സിറാത്തുൽ മുസ്തഖീമിലാകണം. അതുപോലെ തന്നെ ആ മഗ്ദൂബി അലൈഹിം വലദ്ദാലീനില് ആകരുത് എന്നൊക്കെ ഇവിടെ വാള് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇവിടെ ചോദ്യ ഉത്തര സെഷനും കൂടി കഴിയുമ്പോ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന് പറഞ്ഞ യഹൂദി നസാറാക്കളുടെ ആചാരങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ ഇവിടെ തെളിയിച്ചിട്ടേ പോവുള്ളൂ. കേട്ടോ മല്ലി സഖാഫി? ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് തെളിയിച്ചിട്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ സിറാത്തുൽ മുസ്തഖീമിലാണോ നമ്മളെ ഇപ്പുറത്തിരിക്കുന്ന സമസ്ത വിഭാഗം സഹോദരങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഭയങ്കരമാണ് ഇമാമിയങ്ങളെ. ഇവിടെ ഞങ്ങളൊക്കെ ഇമാമിയങ്ങളുടെ പാതയിലാണ് എന്ന് പറഞ്ഞു അരമണിക്കൂർ തള്ളി നീക്കാൻ വിട്ട കഷ്ടപ്പാട് ഇവിടെ നിന്ന് കാണുക. അവസാനം 4 മിനിറ്റ് ബാക്കിയുണ്ട്, അതും കൂടി എന്തെങ്കിലും വാത് പറഞ്ഞിട്ട് ഇരിക്കാമായിരുന്നു. അരമണിക്കൂർ കഷ്ടപ്പെട്ട് തള്ളി നീക്കി ഒരൊറ്റ തെളിവും ആയത്തുദ്ധരിച്ചിട്ടില്ല. മാ അന അലൈഹി വഅസ്ഹാബി, അള്ളാന്റെ റസൂലിന്റെ സഹാബത്തിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ തബഅ താബിഈങ്ങളിൽ നിന്നോ ഒരു അരവരി ഇവിടെ വായിച്ചിട്ടില്ല. പിന്നൊരു കഥ എവിടെ റംലിയുടെ പിന്നെ വലിയ കാര്യത്തിൽ പറഞ്ഞത് ഞങ്ങൾ ഇമാമിയങ്ങളുടെ പാതയിലാണ്, ഇമാമിയങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്, അവര് വരച്ച വരയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. ദാറ കിതാബ, നിങ്ങളിപ്പോ കുറച്ചു മുന്നേ ഉദ്ധരിച്ച റംലിയുടെ ഫതാവ. ഈ കിതാബിന്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ ഒന്ന് വായിച്ചുതരാം. വഖദ് ഇത്തഫഖൽ ഉലമാഉ അലാ അന്ന വാലിദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ മുസ്ലിമ ബൽ കാഫിറ. ഇത് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? റംലി എഴുതിയതാ. എന്ത്? റസൂലിന്റെ മാതാപിതാക്കൾ അവർ വഖദ് ഇത്തഫഖൽ ഉലമാഉ, ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു, ഇത്തിഫാഖിലായിരിക്കുന്നു അല അന്ന വാലിദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ മുസ്ലിമ, മുസ്ലിം ആയിരുന്നില്ല ജീവിതകാലത്ത്, ബൽ കാഫിറ, കാഫിറായിരുന്നു. നബിയുടെ മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞതാ. അംഗീകരിക്കാൻ ധൈര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാ നിങ്ങള് മർക്കസിന്ന് ഇറക്കിയ സുവനീറിൽ എഴുതി വെച്ചത് എന്ത്? ഇമാം നവവിയും ഇത് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം സത്യത്തിൽ നിന്ന് ബഹുദൂരം അകലെയാണ് എന്നത് നിങ്ങൾ എഴുതിയും വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇമാമിയങ്ങളുടെ മാത്രം പറഞ്ഞു വരണ്ട. ഇമാമിയങ്ങൾ നിങ്ങൾക്ക് എതിരായപ്പോ നിങ്ങൾ തള്ളിയതിന്റെ കൊട്ടക്കണക്കിന് തെളിവുകൾ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെ അയച്ചിടും. അതിനു മുമ്പ് ഇമാം ഷാഫി മുജാഹിദുകൾക്ക് അനുകൂലമായി പറഞ്ഞാല് അത് സ്വീകരിക്കും, അല്ലെങ്കിൽ തള്ളും. അപ്പൊ ഞങ്ങൾക്ക് അനുകൂലമായി ഇമാം ഷാഫി ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലേ.
ഞങ്ങൾക്ക് അനുകൂലമായി ഇമാം ഷാഫി റഹിമഹുല്ല ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മുജാഹിദുകളെ കുറിച്ച് പറയാ, ദജ്ജാലൂന കദ്ദാബൂന, കള്ളന്മാരായ ദജ്ജാലുകൾ വരുമത്രേ. ആ ദജ്ജാലുകൾ ആരാണ് എന്ന് ഞങ്ങളിവിടെ കാണിക്കും ഇൻഷാ അല്ലാ. നിങ്ങളോട് ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇസ്തിഗാസയ്ക്ക് തെളിവ് ചോദിക്കുമ്പോൾ ആ തെളിവ് നിങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അതൊക്കെ പച്ച കള്ളക്കഥകളാണ് എന്നതും അതുപോലെ തന്നെ ദുർവ്യാഖ്യാനമാണ് എന്നതും ഇൻഷാ അല്ലാ ഇവിടെ തെളിയിച്ചിട്ടേ ഞങ്ങൾ പോവുള്ളൂ. അപ്പോ ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീസി മാലം തസ്മഉ അൻതും വല ആബാഉകും, പൂർവ്വസൂരികളായ സലഫുകൾക്ക് പരിചയമില്ലാത്ത, അവര് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നിങ്ങളാ കൊണ്ടുവന്നത് എന്ന് ഇൻഷാ അല്ലാ ഞങ്ങൾ എന്ത് ചെയ്യും? തെളിയിക്കുക തന്നെ ചെയ്യും. ഇനി റംലിയെ നിങ്ങൾ കൊണ്ടുവരണം കേട്ടോ, ഞങ്ങൾ ബാക്കി അവിടെ പറഞ്ഞു തരാം ഇൻഷാ അല്ലാ. പിന്നെ രംഗത്ത് വന്നപ്പോ നിങ്ങളൊക്കെ മാറി നിന്നു. ആർക്ക് വേണ്ടിയിട്ട്? മുസ്ലിങ്ങളെ ഗുജറാത്തിൽ ചുട്ടുകൊന്ന, മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയ ആ മോദിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പൊ ടെററിസ്റ്റുകൾ, ഭീകരവാദം ആരാ പറയുന്നതും പ്രചരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കേണ്ട. പിന്നെ ചേകന്നൂർ മൗലവി ആരാ കൊന്നു തള്ളിയത്? മറുപടി പറയണം. AP വിഭാഗം ടൈഗർ സുന്നികള്, ഈക്കക്കാർക്ക് നേരെ നിങ്ങൾ ചെയ്ത ക്രൂരതകൾ അതൊക്കെ ഇവിടെ പറഞ്ഞാല് തീവ്രവാദം കേരളത്തിൽ കൊണ്ടുനടക്കുന്നത് AP വിഭാഗമാണെന്നുള്ളത് ഇവിടെ തെളിയും ഇൻഷാ അല്ലാ. അതിക്കൊന്നും നിങ്ങൾ കടക്കണ്ട. അപ്പോ വിഷയം ഇസ്തിഗാസയാണ്. കൂടുതൽ നമുക്ക് കഥ പറഞ്ഞു വഷളാക്കാൻ നേരമില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യാനുണ്ട്. അൽഹംദുലില്ലാ ഇവിടെ സമസ്തക്കാര് സംവാദത്തിന് സലഫികളുടെ മുന്നിലേക്ക് വന്നതിൽ നിന്ന് തന്നെ ഇസ്തിഗാസവാദം പൊള്ളയാണ് എന്ന് വ്യക്തമായി. കാരണം ഈ 10 ഇരിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ കൂട്ടത്തില് ഡെഡായ ആരെങ്കിലും വന്നിട്ടുണ്ടോ? മരണപ്പെട്ടു പോയ ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഒന്ന് നോക്കിക്കേ, ആരുമില്ല. 10ഉം ഹയ്യായ ജീവനുള്ള ആളുകളാ വന്നിരിക്കുന്നത്. എന്നാൽ സംവാദത്തിൽ എന്തില്ല? സംവാദത്തിൽ ജീവിച്ചിരിക്കുന്നവർ നമ്മൾ വ്യവസ്ഥയിൽ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് എന്റെ മരിച്ചവരെ കൊണ്ടുവന്നൂടെ? എവിടെ ഉള്ളാള്? എവിടെ CM? നിങ്ങളുടെ ഔലിയാക്കളൊക്കെ എവിടെ? ഈ അടുത്ത് 2 ആഴ്ച മുമ്പ് പോലും പൊന്നാനിയിൽ ശംസുൽ ഉലമ വന്നിട്ട് പോയതേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ മനസ്സിലായി എന്ത്? ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരും തുല്യമാണ്. അവരെന്ത് ചെയ്യും? നമ്മളെ ജീവിതത്തിൽ ഇടപെടും എന്നൊക്കെയുള്ളത് പൊള്ളയാണ് എന്നത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അത് നിങ്ങൾക്ക് അഖലിയായ ഒരു തെളിവ് തന്നതാ. ഇവിടെ യുക്തി കൊണ്ട് ചിന്തിക്കുന്നത് സലഫികളാണെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞത്. അനസഖാഫി വാള് പറഞ്ഞ് ഇത്രയും നേരം വാള് പറഞ്ഞ എന്താണ്? നെറ്റ്, ഫേസ്ബുക്ക്, ഞങ്ങൾ ലൈവ് ഒരു ചാനലിലാണ്ടല്ലേ നമ്മൾ ലൈവ് കൊടുത്തിട്ടുള്ളൂ അല്ലേ? 3-4 ചാനലിലൂടെ ലൈവ് കൊടുക്കുന്നത് ആരാ? ഇവിടെ തന്നെ തെളിവുണ്ട്. ഇവിടെ ആരാ നെറ്റിലൂടെ ദീന് പഠിപ്പിക്കുന്നത്? ഞങ്ങളാണോ? അല്ല. വാട്സപ്പിലൂടെ ദീന് പഠിപ്പിക്കുന്നത് ആരാണ്? എല്ലാവരും. ദീന് പഠിക്കാൻ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തണ്ട എന്നല്ല പറഞ്ഞത്. പിന്നെ യുക്തി കൊണ്ട് പ്രമാണങ്ങളെ വളച്ചൊടിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളാണ്. അശ്അരിയത്തിന്റെ പ്രമാണങ്ങൾ എന്താണ് ഇമാം റാസി പറഞ്ഞത് എന്നത് അറിയുമോ? എന്താ? ഇദാ തആറൽ അഖലു വന്നഖലു ഖുദ്ദിമൽ അഖൽ. എന്താ? അഖലും നഖലും കൂടി വൈരുദ്ധ്യമായി വന്നാൽ ഏതിനെയാ മുന്തിക്കേണ്ടത്? പ്രമാണത്തെ അല്ല, ബുദ്ധിയെ. എന്നിട്ട് അതാര്? സലഫികൾ പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇന്ന് തെളിയിച്ചിട്ട് പോ. എന്താ സലഫികൾ പറഞ്ഞത്? നിങ്ങൾ ഈ ഇസ്തിഗാസയ്ക്ക് നമ്മളുടെ വാദത്തിൽ എഴുതിയതുപോലെ, വാദമൊന്നും അദ്ദേഹം വായിക്കുന്നതേ ഇല്ല. എവിടെ? അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ചിട്ട് എന്റെ പാപം പൊറുക്കേണമേ, എനിക്ക് മക്കളെ തരേണമേ എന്നിങ്ങനെ അള്ളാഹുവിന്റെ മാത്രം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട, സൃഷ്ടി കഴിവിന് അതീതമായ മാർഗത്തിൽ മറ്റൊരാളോടും ചോദിക്കാൻ പാടില്ലാത്ത ഇത്തരം കാര്യങ്ങൾ ചോദിക്കാൻ ഒരു ആയത്ത്, ഒരു ഹദീസ്, സ്വഹീഹായ ഒരു ഹദീസ്. കള്ളക്കഥകൾ വേണ്ട. ദജ്ജാലൂന കദ്ദാബൂന എന്ന് പറഞ്ഞ കള്ളക്കഥകൾ ഇവിടെ ആവശ്യമില്ല. സ്വഹീഹായ ഒരു ഹദീസ് സലഫുകൾ, സഹാബത്ത്, താബിഈങ്ങൾ, തബഉ താബിഈങ്ങളിൽ നിന്ന് നിങ്ങൾ ഇൻഷാ അല്ലാഹ് തെളിയിക്ക്. നമുക്ക് ബാക്കി ആലോചിക്കാം. ഏതായിരുന്നാലും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു കൃത്യമായി പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും ശിർക്ക് എന്ന പാപം പുറത്തു തരുന്നില്ല. അതല്ലാത്ത പാപങ്ങൾ അല്ലാഹ് എന്ത് ചെയ്യും?
അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. വിശ്വാസത്തിൽ ശിർക്ക് കടന്നു വന്നാൽ ശാശ്വതനായി കാലാകാലം നരകത്തിൽ കഴിയേണ്ടി വരും. അത് അള്ളാഹ് ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. എത്രത്തോളം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അള്ളാഹ് പറഞ്ഞു, ലൈൻ അശ്റഖത ലയഹ്ബതന്ന അമലുക. നബിയെ, താങ്കളിൽ നിന്നാണ് ശിർക്ക് വരുന്നതെങ്കിലും ശരി, താങ്കളുടെ കർമ്മങ്ങൾ തകർന്ന് തരിപ്പണമായി പോകുന്നതാണ്. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നഷ്ടവാളികളിൽ പെട്ടുപോകും. നമുക്കറിയാം അള്ളാഹിന്റെ റസൂലിൽ നിന്ന് ശിർക്ക് വരുന്നതല്ല. എന്നിട്ടും എന്തുകൊണ്ടത് പറഞ്ഞു? ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ വിശദീകരിക്കുന്നുണ്ട്. ഫഖദ് അജ്മഅൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ ഏകോപിച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നത് എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങ് തൊള്ള കൊണ്ട് പറഞ്ഞാൽ പിന്നെ ഓനിലേക്ക് ശിർക്കൊന്നും വരൂല എന്നല്ലേ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്? എന്നാൽ ഇമാം നവവി രണ്ടാം ഷാഫി എന്ന് നിങ്ങൾ തന്നെ പരിചയപ്പെടുത്തുന്ന, നിങ്ങൾക്കെതിരായി വരുമ്പോൾ നിങ്ങൾ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന ഇമാം നവവി റഹിമഹുല്ല അദ്ദേഹം പറയുന്നു, ഫഖദ് അജ്മഅൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ ഏകോപിച്ചിരിക്കുകയാണ്. ഫഅമ്മാ ദുഖൂലുൽ മുശ്രികി അന്നാറ ഫഹുവ അലാ ഉമൂമിഹി ഫയദ്ഖുലുഹാ വയഖ്ലുദു ഫിഹാ. മുശ്രിക്കീങ്ങൾ നരകത്തിൽ പ്രവേശിക്കും, അവിടെ ശാശ്വതമായി കഴിയുമെന്ന് പറഞ്ഞത് അത് ഉമൂമായിട്ടാണ്. വലാ ഫർഖ ഫീഹി ബൈനൽ കിതാബിൽ യഹൂദി വൻ നസ്റാനി, അതിൽ യഹൂദി എന്നുള്ള വിവേചനമില്ല, നസ്രാനി എന്ന വിവേചനമില്ല. വബൈന അബദത്തിൽ ഔസാനി വസാഇരിൽ കഫറത്തി, ആ വിഗ്രഹാരാധകരെന്നുള്ള വ്യത്യാസമില്ല, മറ്റ് കാഫിര്യങ്ങൾ എന്നുള്ള വ്യത്യാസമില്ല. വലാ ഫർഖ ഇൻദ അഹ്ലിൽ ഹഖ് ബൈനൽ കാഫിരി വലാ ബൈന മൻ ഖാലഫ മില്ലത്തൽ ഇസ്ലാമി വബൈന മൻ ഇൻതസബ ഇലൈഹാ. എന്ത്? ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടുന്ന മുസ്ലിമീങ്ങളിലും അതുപോലെ തന്നെ അല്ലാത്ത ആളുകളിലും യഹൂദികളിലും നസ്രാനികളിലും ഒക്കെ ശിർക്ക് വരും. അതുകൊണ്ട് ആ ശിർക്ക് വരാതെ വിശ്വാസം സംരക്ഷിച്ച നാളെ പരലോകത്ത് ചെല്ലാം. ഇവിടെ ആരെയും തോപ്പിക്കാനോ അല്ലെങ്കിൽ വാദിച്ച് ജയിക്കുവാനോ ഒന്നുമല്ല നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. മറിച്ച് വിഷയം മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, എന്ത്? ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിന് സമന്മാരെ നിശ്ചയിക്കരുത്. എന്താ ഈ സഹോദരൻ പറഞ്ഞത്? അനസക്കാഫി പറഞ്ഞെന്താ? തൗഹീദിന്റെ നിർവചനം മാറി, ശിർക്കിന്റെ നിർവചനം മാറി, അതായി ഇതായി. ഞങ്ങൾ എത്ര കാലമായി നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു. എന്നാ ഒന്നും കൂടി കേട്ടോ. ഇനി മേലാൽ സംവാദത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നിർവചനം പറഞ്ഞില്ല, വഹാബികൾ നിർവചനം പറയുന്നില്ല എന്നൊന്നും പോയിട്ട് ഇളക്കണ്ട. ഇവിടെ നിന്ന് കേൾക്കുക, കൃത്യമായി കേട്ടോ. ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ എന്ന് പറഞ്ഞ അൽ അൻദാദു ഹുവ ശിർക്ക്. അവിടെ പറഞ്ഞ അൻദാദ് എന്താണ്? ശിർക്കാണ്. എന്നിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാ പറയുന്നുണ്ട്, وإن مثل من أشرك بالله كمثل رجل اشترى عبدا من خالص ماله بذهب. എങ്ങനെയാണ് ശിർക്ക് വരിക എന്നത് ഏറ്റവും സിമ്പിളായി ഈ സംവാദം കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർ, ഇവിടെ കുറച്ച് വട്ടക്കെട്ട് കെട്ടി കുറച്ച് മുസ്ലിയാക്കന്മാരേ ഉള്ളൂ. നിങ്ങൾ സാധാരണക്കാരെ കൊണ്ടുവരൂല, ഞങ്ങൾക്കറിയാം. കാരണം കൊണ്ടുവന്നാൽ ഈ സംവാദം കഴിയുന്നതിന് മുന്നേ ഒരു മുജാഹിദുകളുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടേ പോകൂ. നിങ്ങളുടെ മുൻപ് വന്ന ആളുകൾക്ക് അനുഭവമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരൂല. പൊന്നാനിയില് മുജാഹിദുകൾക്കെതിരായി കൊണ്ടുവന്ന മധ്യസ്ഥന്മാർ വരെയും മാറിയ ചരിത്രമുണ്ട്. അതുകൊണ്ട് സാധാരണക്കാരങ്ങൾ കൊണ്ടുവരൂല. ഏതായിരുന്നാലും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ബൈലക്ഷനിലും ഒക്കെ ഇരുന്നു കൊണ്ട് കേൾക്കുന്ന സഹോദരങ്ങൾ ശ്രദ്ധിക്കുക. എന്താ പ്രവാചകൻ പറഞ്ഞത്? അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരാളുടെ ഉപമ ഇഷ്തറ അബ്ദൻ മിൻ ഖാലിസി മാലിഹി, സ്വന്തം പോക്കറ്റിൽ നിന്ന് തൻ്റെ പ്യുവർ പൈസയിൽ നിന്ന് ഒരു അടിമയെ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിച്ചു. എന്നിട്ട് ആ അടിമയോട് തൻ്റെ വീട് കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ കൃഷിസ്ഥലം, അതുകൊണ്ട് ഫഅമൽ വഅദ്ദി ഇലയ്യ, ജോലി ചെയ്, എന്നിട്ട് ആ ജോലി ചെയ്തിട്ട് ആ കൂലി എനിക്ക് കൊണ്ടുത്താ. ഫകാന യഅമലു വയുഅദ്ദി ഇലാ ഗൈരി സയ്യിദിഹി, ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ താനല്ലാത്തയാൾക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുക, നിയമത്തുകളൊക്കെ അള്ള ചെയ്തു കൊടുക്കുക. എന്നിട്ട് മുഹീദ്ദീൻ ഷെയ്ഖേ എന്നെ കാക്കടേ, എൻ്റെ പാപം പൊറുക്കേണമേ, എനിക്ക് മക്കളെ തരണേ എന്നിങ്ങനെയുള്ള ഇസ്തിഗാസ ഇത് അള്ളാഹ് ഒരിക്കലും പുറത്തു തരുന്നതല്ല. അതുകൊണ്ടാണ് ഇമാം തഹ്താവി റഹിമഹുല്ല പറഞ്ഞത്, അയ്യകൂനൽ മുറാദു ബിഹാദിഹിൽ അൻദാദി, ഈ പറഞ്ഞ അൻദാദ് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? കുല്ലു മഖ്ലൂഖിൻ ഉസ്നിദ ഇലൈഹി അംറുൻ, അള്ളാഹ് എല്ലാ ഓരോ പടപ്പുകളും ആ പടപ്പുകളിലേക്ക് അള്ളാഹ്ക്ക് മാത്രം പ്രത്യേകമായ കാര്യങ്ങൾ ചേർത്തി കൊടുക്കുക. തഹ്ലീല്, തഹരീം, ഈസാലിൻ നഫ്ഇ വഗൈരി ദാലിക, ഉപകാരമുണ്ടാക്കുക, അതുപോലെ തന്നെ ഹറാമാക്കുക, ഹലാലാക്കുക, ഇത്തരം കാര്യങ്ങൾ ഇത് അള്ളാഹുവിൻ്റെ മാത്രം അവകാശത്തിൽപ്പെട്ടതാണ്. ഇത് പടപ്പുകൾക്ക് വകവെച്ചു കൊടുത്താൽ അവൻ ആരായി? അള്ളാഹുവിന് സമന്മാരെ നിശ്ചയിച്ചവനായി. അതുകൊണ്ട് കൃത്യമായി എന്താണ് ഇസ്തിഗാസ എന്നത് ശ്രദ്ധിച്ചു പഠിച്ചോ, എന്താണ് ശിർക്ക് എന്നത് പഠിച്ചോ.
ഇനി ഇമാം മഖ്രീസി റഹിമഹുല്ല പറയുന്ന ഒരു ശിർക്കിന്റെ ഹഖീഖത്തിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. യഅലം അന്ന ഹഖീഖത ശിർക്കി, ശിർക്കിന്റെ ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ തശ്ബീഹുൽ ഖാലിഖ് ബിൽ മഖ്ലൂഖി, സൃഷ്ടാവിനെ സൃഷ്ടികളോട് ഉപമിക്കലാണ്. അതുപോലെ തന്നെ തശ്ബീഹുൽ മഖ്ലൂഖ് ബിൽ ഖാലിഖി, സൃഷ്ടികളെ സൃഷ്ടാവിനോട് ഉപമപ്പെടുത്തുക. ഏതുപോലെ എന്നറിയോ? നിങ്ങൾ CM സ്മരണികളെ എഴുതി വെച്ചിട്ടുണ്ട്. ആരെക്കുറിച്ച്? CM-നെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനല്ലേ വ്യവസ്ഥയിൽ പ്രസിദ്ധീകരണങ്ങളൊക്കെ എടുക്കണമെന്ന് വ്യവസ്ഥ എഴുതി ആകെ ഇപ്പൊ കുടുങ്ങിയില്ലേ. ഇൻഷാ അല്ലാഹ് വരുന്നുണ്ട് കേട്ടോ, വരുന്നുണ്ട് പ്രസിദ്ധീകരണങ്ങൾ ഇൻഷാ അല്ലാഹ്. അപ്പോ CM-നെ കുറിച്ച് നിങ്ങൾ എഴുതി വെച്ചു. എന്ത്? അല്ല കാണും പോലെ കാണും, അല്ല കേൾക്കും പോലെ കേൾക്കും, അല്ല അറിയും പോലെ അറിയും. ആ പോലെ അല്ലാനെ പോലെ ആക്കിയല്ലോ, അതാ ശിർക്ക്. അതാണ് തശ്ബീഹ്. പഠിച്ചു വെച്ചോ, നമ്മൾ പഠിപ്പിച്ച രംഗക്ക് കിതാബ് ഇൻഷാ അല്ലാഹ്. അപ്പോ അതാണ് എന്ത് തശ്ബീഹ് എന്ന് പറയുന്നത്. ഏതാ? അതാണ് ഇമാം മഖ്രീസി റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് വിശദീകരിച്ചുകൊണ്ട് യഹൂദി വൻ നസാറ, കൃത്യമായി പണ്ഡിതന്മാർ പറയുന്നു യഹൂദി നസാറാക്കളുടെ മദ്ഹബ് ഇതിൽ യഹൂദു ശബ്ബഹത്തിൽ ഖാലിഖ ബിൽ ഖൽഖി വൻ നസാറ ശബ്ബഹത്തിൽ ഖൽഖ ബിൽ ഖാലിഖി. യഹൂദികൾ എന്ത് ചെയ്തു? സൃഷ്ടാവിനോട് സൃഷ്ടികളെ ഉപമിച്ചു. നസാറാക്കൾ സൃഷ്ടാവിനോട് സൃഷ്ടിയെയും ഉപമിച്ചു. നിങ്ങളാകട്ടെ സൃഷ്ടാവായ അള്ളാഹിനോട് മുഹീദ്ദീൻ ഷേഖിനെയും മമ്പുറത്തെ തങ്ങളെയും ഓച്ചിറയിലെ കുപ്പസ്വാമിയെയും അതുപോലെ തന്നെ മമ്പുറത്തെ ബീവിയെയും ഒക്കെ നിങ്ങൾ അള്ളാഹിനോട് സമപ്പെടുത്തി. ഇല്ല എന്ന് വാദിച്ചാൽ ഇൻഷാ അള്ളാഹ് ഞങ്ങൾ ഇതെടുത്ത് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട്. നിങ്ങൾ അള്ളാഹിന് മാത്രം അവകാശപ്പെട്ടത് നിങ്ങൾ പടപ്പുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ ഷിർക്കിന്റെ നിർവചനം, ഷിർക്ക് എന്താണ്, ഷിർക്കിന്റെ ഹഖീഖത്ത് എന്താണ് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി പറഞ്ഞില്ല എന്ന് പറയരുത്. ഇനി എവിടെയാണ് ഈ ഷിർക്ക് വരുന്നത്? സമയം എന്തായി? 11:10. എവിടെയാണ് ഈ ഷിർക്ക് വരുന്നത്? അതും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഷിർക്ക് വരുന്നത്, പ്രത്യേകിച്ച് നമ്മളുടെ സമസ്തക്കാരിൽ വരുന്നത് മരിച്ചവരുടെ വിഷയത്തിലാണ്. ജീവിച്ചിരിക്കുമ്പോൾ ഒരാളും എന്ത് ചെയ്യുന്നില്ല? ആരാധിക്കപ്പെടുന്നില്ല. ഈസാ നബി അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ ആരാധിക്കുന്നു. അദ്ദേഹം ഉയർത്തപ്പെട്ടതിന് ശേഷമാണ്. അദ്ദേഹം ഉയർത്തപ്പെടുന്നതിന് മുമ്പ് അവർ ആരും അദ്ദേഹത്തെ ആരാധിച്ചിരുന്നില്ല. അതുപോലെ തന്നെ മുഹീദ്ദീൻ ഷേഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം ആരാധിക്കപ്പെട്ടിട്ടില്ല. മരിച്ചതിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണശേഷം നിങ്ങളെപ്പോലുള്ള കുറെ ആളുകൾ വന്നിട്ടാ അദ്ദേഹത്തെ ആരാധിക്കാൻ തുടങ്ങിയത്. അത് മമ്പുറത്ത് തങ്ങളാണെങ്കിലും ശരി, സാക്ഷാൽ ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാര് പോലും നിങ്ങളുടെ വലിയായി അവരോധിച്ചിരിക്കുന്ന പണ്ട് നമ്മുടെ അദ്ദേഹത്തിന്റെ പേരെന്താ, സ്വപ്നജീവി പകര മുസ്ലിയാര് പറഞ്ഞതുപോലെ കാന്തപുരം അറിയാതെ അല്ല എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നഊദു ബില്ലാഹ്. എന്താ പറഞ്ഞത്? ഈ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാര് ശ്രദ്ധിച്ചോ. കാന്തപുരത്തെ വർണ്ണിച്ച് അള്ളാഹിനോട് ഇതാണ് നമ്മൾ തശ്ബീഹ് എന്താണെന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചേരാ. എവിടെയാ ശിർക്ക് വന്നതെന്ന് പഠിപ്പിച്ചേരാ. നിങ്ങൾക്ക് അതാ പഠിപ്പിച്ചിരുന്ന, അല്ലാതെ വ്യക്തികളെ എടുക്കുന്ന അതിനല്ല. എവിടെ നിങ്ങളുടെ ശിർക്ക് വന്നു? കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞതാ. ആ കാന്തപുരത്തെ ഇന്ന് നിങ്ങൾ ആരാധിക്കുന്നുണ്ടോ? നിങ്ങൾ ഇസ്തിഗാസ നടത്തുന്നുണ്ടോ? എനിക്ക് മക്കളെ തരേണേ, എന്റെ ഭാവം പൊറുക്കണമേ. അദ്ദേഹം ഡെഡായി കഴിഞ്ഞാൽ നിങ്ങൾ കബറ് കെട്ടി ഉണ്ടാക്കും. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിക്കും, ഉള്ളാളത്തെ വലിയനെയും നിങ്ങൾ വലിയായി അവരോധിച്ച ആളെയും നിങ്ങൾ ജീവിതകാലത്ത് ആരാധിച്ചിട്ടില്ല. അദ്ദേഹത്തോട് ഒന്നും ചോദിച്ചിട്ടില്ല. അദ്ദേഹം മരിച്ചതിന് ശേഷം നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് വ്യക്തമായി പറഞ്ഞത് വഅസ്ലു ഇബാദത്തിൽ അസ്നാമി മിനൽ ഗുലാത്തി ഫിൽ ഖുബൂരി വഅസ്ഹാബിഹാ. എവിടെയാണ് വിഗ്രഹാരാധനയുടെ അടിസ്ഥാനം എന്നറിയോ? അത് ഖബറാളികൾ. എവിടെയാണ് അതിര് കടന്നത്? ഖബറാളികളുടെ വിഷയത്തിൽ, ഖബറിന്റെ വിഷയത്തിൽ. വഖദ് അമറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, വിഗ്രഹം ഉണ്ടാക്കി എന്നതല്ല. വിഗ്രഹം ഉണ്ടായത് എന്തുകൊണ്ടാ? ഖബറാളികളെ അതിര് കടന്ന് ബഹുമാനിച്ചത് കൊണ്ടാ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞതാണ്. ഇപ്പൊ ഇമാമിയങ്ങൾ ആരുടെ കൂട്ടത്തിലാണെന്ന് നോക്കിക്കോ. ഇവിടെ അരമണിക്കൂർ വാല് പറഞ്ഞിട്ട് ഒരു ഫതാവ റംലിയ എടുത്തത്. ആ റംലിയുടെ കോലം എന്താണെന്നുള്ളത് നമ്മളിവിടെ വിഷയാവതരണത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇമാമിയങ്ങൾ പറഞ്ഞതാണ്. ഇത് തന്നെ ഇബ്നു ഖുദാമൽ മഖ്ദസി റഹിമഹുല്ലാഹ് ഹംബലി മദ്ഹബുകാരനാണ്. അദ്ദേഹം തന്റെ മുഗ്നിയിലും പറയുന്നു. ഇത് തന്നെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് തന്റെ ഫതഹുൽ ബാരിയിലും പറയുന്നു. ഇമാമിയങ്ങളുടെ വാക്കുകളൊക്കെ കാറ്റിൽ പറത്തിയിട്ട് നമ്മന്റെ കൂട്ടത്തിലാ ഇമാമിയങ്ങൾ എന്ന് ഇവിടെ വന്നിട്ട് തൊള്ളപ്പൂട്ടടിച്ചത് കൊണ്ട് ഇമാമിയങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലാവൂല.
പൂർവിക ഇമാമിയങ്ങൾ, ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചു പോയ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെച്ച് നിങ്ങൾ തെളിയിച്ചിട്ട് എവിടുന്ന് പോകാവൂ, നിങ്ങളെ ഞങ്ങൾ വിടൂല ഇൻഷാ അല്ലാ. അപ്പോ ഈ ഷിർക്ക് എവിടെയാ വരുന്നത്? അത് മരണപ്പെട്ടവരുടെ വിഷയത്തിലാണ്. ഇതെന്തിനാ ഈ അരമണിക്കൂർ ചോദിച്ചു വാങ്ങിയെന്ന് മനസ്സിലായോ? ആളുകൾക്ക് കാര്യം ഇങ്ങനെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാനാ. ഇനി എന്താണ് ഇസ്തിഗാത്ത? ഇസ്തിഗാത്ത എന്ന് കേൾക്കുന്നുണ്ട്. നമ്മളുടെ ഇവിടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാത്ത അത് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ. അഥവാ എനിക്ക് മക്കളെ തരണമേ, എനിക്ക് സന്താനങ്ങളെ തരണമേ, എനിക്ക് എന്റെ പാവം പൊറുക്കണമേ എന്നിത്യാദി കാര്യങ്ങൾ, ഇത് അള്ളാഹിനോട് മാത്രം പോകേണ്ടതാണ്. അത് ദുആയിൽ, വിളിയിൽ ഖാസായതാണ്. ഇബ്നു റജബിൽ ഹംബലി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ജാമിഉൽ ഉലൂമി വൽ ഹികമിൽ പറയുന്നു, കിതാബ് കണ്ടോളൂ, ഇദാ സഅൽത ഫസ്അലില്ലാ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാ. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഹാദാ മുൻതസഉം മിൻ ഖൗലിഹി തആല ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ എന്ന് വിഷയാവതരണത്തിൽ ഓതിയതുകൊണ്ടാവൂല, ആ പാതയിലേക്ക് വരണം. മനസ്സിലാവുന്നുണ്ടോ? ചില ആളുകളെ പുറകിൽ ചിരിക്കാൻ കൊണ്ടുവന്നിരുത്തിയിട്ടുണ്ട്. വിഷയാവതരണം തുടങ്ങുന്നതിന് മുന്നേ ചിരി തുടങ്ങിയതാ. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇന്ന സുആല ലില്ലാഹി, അള്ളാഹുവിനോടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ ഹുവ ദുആഉഹു, അവനോടുള്ള പ്രാർത്ഥനയാണ്, അവനിലേക്ക് അടുക്കലാണ്. വദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. ഈ ഇസ്തിഗാസയാണ് നമ്മളുടെ ഇവിടെ തർക്കത്തിലുള്ള ഇസ്തിഗാസ. ഇത് അള്ളാഹിനോട് മാത്രമേ പോകാൻ പാടുള്ളൂ. കുട്ടികളെ, മുസ്ലിയാക്കന്മാർ, നിങ്ങൾ വന്നല്ലോ, എന്തായാലും തലയാട്ടിയിട്ടൊക്കെ പോയി രാത്രി വീട്ടിൽ കിടക്കുമ്പോൾ ഒന്ന് മദ്രസയിലേക്ക് പോയിട്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് ആലോചിക്കുക, ഇതൊക്കെ എന്താണ് സത്യത്തിൽ മുജാഹിദുകൾ പറയുന്നത് ശരിയാണല്ലോ, നമ്മളെ മുസ്ലിയാക്കന്മാര് പറഞ്ഞു പറ്റിക്കുകയാണല്ലോ എന്നൊന്ന് വീട്ടിൽ പോയിട്ടിരുന്ന് ചിന്തിക്കുക. എന്നിട്ട് തിരുത്താൻ തയ്യാറാവുക. ഇത് ഇവിടെ തിരുത്തിയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാം. അപ്പോ വ്യക്തമായി തന്നെ പണ്ഡിതന്മാർ പറയുന്നു, ഇമാം സുവൈദി റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. ഇസ്തിഗാസ എന്നത് ദുആഇന്റെ അതേ അർത്ഥത്തിൽ തന്നെ എന്ത് ചെയ്തു? പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു. അള്ളാഹുവിനോട് മാത്രം പോകേണ്ട തേട്ടമായി തന്നെ എന്ത് ചെയ്തു? ഇസ്തിഗാസയെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, മുബയ്യിനൻ ലനാ അന്ന ഹാദിഹിൽ ഇസ്തിഗാസ അഖസ്സു ദുആഇ. ദുആഇൽ സുആലിൽ ഖാസായതാണ്, അത് അല്ലാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ശേഷം, ഫഫീ ഇസ്തിഗാസതിഹി ബിഗൈരിഹി തആല ഇൻദ ഖുർബതിഹി. വിഷമഘട്ടത്തിൽ, പ്രശ്നഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, കേട്ടോളൂ, അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ തഅതീലുൻ ലിതൗഹീദി മുആമലതിഹി, അല്ലാഹ്ക്ക് മാത്രം പോകേണ്ട, അല്ലാഹുവിനോട് അവകാശപ്പെട്ട തൗഹീദിനെ നിഷേധിക്കലാണ്. അതുകൊണ്ട് ഇമാം സുവൈദി റഹിമഹുല്ല, ഷാഫിഈ മദ്ഹബുകാരനായ സുവൈദി റഹിമഹുല്ല, നിങ്ങൾ പഠിച്ചിട്ട് വന്നിട്ടുണ്ടാവുമെന്ന് നമുക്കറിയാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഇമാം സുവൈദി അദ്ദേഹത്തിന്റെ അൽ ഇഖ്ദുസ് സമീനിൽ പറയുകയാണ്, ഇനി ഇത് തന്നെയാണ് ഇബ്നു തൈമിയ റഹിമഹുല്ലയും പറഞ്ഞത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല, നിങ്ങളെ കൊണ്ട് റഹിമഹുല്ല ചൊല്ലിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടുകയുള്ളൂ ഇൻഷാ അല്ലാ. നിങ്ങൾ ചോദ്യത്തിലെത്തിക്ക് വാ ഇൻഷാ അല്ലാ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? അന്നസ്തിഗാസത സാഹിബി മൂസാ ബിഹി കാന ഫീ അംരിൻ യുംകിനു മൂസാ ഫിഅലുഹു വഹുവ ഇആനതുഹു അലാ ഖസ്മിഹി വഹുവ അംറുൻ മുഅ്താദ്. മൂസാ നബി പറഞ്ഞ ഫസ്തഗാസഹുല്ലദീ മിൻ ശീഅതിഹി അലല്ലദീ മിൻ അദുവിഹി എന്നത് ഭൗതിക സഹായമാണ്, സാധാരണ കാര്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിലുള്ളതാണ്. ഇത് നമ്മൾ മാത്രമല്ല പറയുന്നത്. നെല്ലിക്കുത്ത് മുസ്ലിയാര് ഒരു അറബിയിൽ പുള്ളി അഖീദത്തു സുന്ന എന്ന് പറഞ്ഞൊരു കിതാബ് എഴുതി. സത്യത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദൊന്നുമല്ല, ബിദ്അത്ത് ജമാഅത്തിന്റെ അഖീദ പറയുന്ന ഒരു കിതാബ് ഇറക്കി. അറബിയിൽ എഴുതിയപ്പോ പുള്ളി വിചാരിച്ച് കേരളത്തിന് പുറത്തും വെളിയിലുള്ള ഗൾഫിലുള്ള ഇത്തരം ഇസ്തിഗാസവാദികളൊക്കെ ഇതെടുത്ത് പൊക്കിപ്പിടിക്കും. ആരും മൈൻഡാക്കിയിട്ടില്ല, തള്ളപ്പെട്ട ഒരു കിതാബ്. നിങ്ങളുടെ മഹാനായ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറയുകയാണ്, എന്ത്? അമ്മൽ മഊനതു ബിസബബിൽ ആദി അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സഹായം, അത് ഫതൂജദു മിൻ സാഇരിൽ ബശരി, സർവ്വ മനുഷ്യരിൽ നിന്നും അത് കിട്ടും. അതാണ് എന്ത് പറയുന്നത്? വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ
വതആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. മുജാഹിദ് അലി ആയത്ത് ഓതുമ്പോൾ നിങ്ങൾ ചോദിക്കൂലേ, ഓ ആയത്ത് ദുർവ്യാഖ്യാനിച്ചു. വാട്സപ്പിൽ ചില ശൈഖന്മാരുണ്ട്, ഓരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ വതആവനു അലൽ ബിരി ഓതിയിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചു. ഇത് സാക്ഷാൽ നെല്ലിക്കുത്ത് മുസ്ലിയാർ പറയുകയാണ്. എന്ത് ഈ ആയത്ത്? ഫഅമറല്ലാഹു തആല ഫി ഹാദിഹിൽ ആയ ബിത്തആവുനി ഫിൽ ഉമൂരിൽ ഖൈരിയ്യ. നന്മയായ കാര്യങ്ങളിൽ പരസ്പരം സഹായിക്കുവാൻ ഈ ആയത്തിൽ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, സഹായം കിട്ടില്ല എങ്കിൽ അള്ളാഹ് തേടുവാൻ പറയില്ല. ഇതേ ആയത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞ ഇതേ ആയത്ത് തന്നെ നിങ്ങളുടെ നെല്ലിക്കുത്ത് മുസ്ലിയാർ ഫസ്തഗാസഹുല്ലദീ മിൻ ശിഅതിഹി അലല്ലദീ മിൻ അദുവിഹി. ഇതൊക്കെ തൊടണം, ഇന്ന് ഇതൊക്കെ തൊട്ടിട്ടേ നിങ്ങൾ പോകാവൂ ഇൻഷാ അല്ലാഹ്. അപ്പോ എന്ത് ചെയ്തു? കൃത്യമായി തന്നെ എന്താണ് കാര്യകാരണ ബന്ധം എന്നത് നമ്മളിവിടെ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി സാധാരണഗതിയിൽ നടക്കുന്ന സൃഷ്ടികൾ പരസ്പരം തമ്മിലുള്ള ചോദിക്കലും സഹായം ചെയ്യലും അതൊന്നും ശിർക്കിന്റെ ഗണത്തിൽപ്പെടുന്നതല്ല. അത് നമ്മുടെ തർക്കവുമല്ല. അപ്പോ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ രീതിയിലുള്ള സഹായാർത്ഥനയും അത്തരം അഭൗതികമായ നിലയ്ക്ക് അഥവാ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് ആ അർത്ഥത്തിലുള്ള വിശ്വാസവും അതിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന ചോദ്യങ്ങളും തേട്ടങ്ങളുമാണ് നമ്മുടെ വിഷയം. ഇനി എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം? എത്ര മിനിറ്റ് ഉണ്ട്? 4 മിനിറ്റ്. എന്തുകൊണ്ടാണ് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത്? ഒന്നാമത്തെ കാരണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുവാനുള്ള കഴിവ് അത് അള്ളാഹുവിന് മാത്രമുള്ളതാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യുവാൻ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞു, അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅ. ഗതിമുട്ടിയവൻ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവന്റെ വിളിക്ക് ഉത്തരം ചെയ്യാൻ അല്ലാഹയല്ലാതെ ആരുണ്ട് എന്ന് മക്കയിലെ മുശ്രിക്കിനോട് ചോദിച്ചപ്പോ മക്കയിലെ മുശ്രിക്കും മിണ്ടാണ്ടിരുന്നു. കാരണം അവർക്കറിയാം അല്ലാഹയല്ലാതെ വേറെ ആരുമില്ല. പക്ഷേ നിങ്ങൾ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് പറഞ്ഞു, എന്ത്? വല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നവർ. മക്കത്തെ മുശ്രിക്ക് പോലും പറയാത്തത് എന്ത്? അള്ളാഹുവിനോട് ഉപമപ്പെടുത്തി തശ്ബീഹാക്കി നിങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തത്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അള്ളാഹുവാണ്. അള്ളാഹുവിന് എന്ത് വരുന്നില്ല? അള്ളാഹു ഹയ്യാണ്. അതുകൊണ്ടാണ് എന്ത്? ഇസ്തിഗാസ ശിർക്കാണ് എന്നും പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നും നമ്മൾ പറയുന്നത്. ഇമാം അടുത്ത് നോക്കിക്കോളൂ, അൽ ഹുജ്ജ ഫീ ബയാനിൽ മഹജ്ജ, അഖീദയെ വിശദീകരിക്കുന്ന ഇമാം അബുൽ ഖാസിമുൽ അസ്ബഹാനി റഹിമഹുല്ലാഹ്, ഖവ്വാമുസ് സുന്ന, ശാഫിഈ മദ്ഹബിന്റെ പണ്ഡിതൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലക്കൊക്കെ എത്രയോ മുന്നേ ജീവിച്ചു പോയ പണ്ഡിതൻ. നിങ്ങൾ തൊടണം. ഇത് മംഗലാപുരത്തിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇറക്കാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഇത് തൊടണം. പൊന്നാനിയിൽ ചില ആളുകള് കിതാബ് ഉദ്ധരിച്ചിട്ട് മേപ്പോട്ട് നോക്കിയിരുന്നിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ പോയിട്ട് പറഞ്ഞു വഹാബികൾ ഉത്തരം മുട്ടിയത്. മുന്നിൽ 2-3 മണിക്കൂർ കിട്ടിയിട്ട് വായി നോക്കിയിരുന്നിട്ട് പുറത്തു പോയിട്ട് നിങ്ങൾ പ്രസംഗിക്കരുത്. ഇവിടെ നിങ്ങൾ പറയണം, തൊടണം നിങ്ങൾ കിതാബ്. കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു. എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. എന്താണ്? അല്ലാഹുമ്മ ലക അസ്ലംതു വബിക ആമൻതു വഅലൈക തവക്കൽതു വഇലൈക അനബ്തു വബിക ഖാസംതു അഊദു ബിഇസ്സതിക. വേഗം തപ്പിക്കോളൂ. അഊദു ബിഇസ്സതിക ലാ ഇലാഹ ഇല്ലാ അൻത അൻ തുദില്ലനി അൻതൽ ഹയ്യ്. അല്ലാഹ് നീയാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ. ലാ തമൂതു, നീ എന്ത് ചെയ്യുന്നില്ല? മരിക്കുന്നില്ല. അപ്പോ അതുകൊണ്ടാണ് എന്ത്? അള്ളാഹിനോട് മാത്രമേ ഇസ്തിആദത്ത് പാടുള്ളൂ എന്ന് പറഞ്ഞത്. വൽ ജിന്നു വൽ ഇൻസു യമൂതൂൻ, ജിന്നുകളും മനുഷ്യരും ഒക്കെ മരിക്കും. അതുകൊണ്ട് തന്നെ ജിന്നുകളോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും മനുഷ്യരുടെ കൂട്ടത്തിൽ ഔലിയാക്കന്മാരാണെങ്കിലും സ്വാമിമാരാണെങ്കിലും ആരാണെങ്കിലും ശരി, അവരോടൊക്കെ പ്രാർത്ഥിക്കൽ ശിർക്കാണ് എന്ന് പണ്ഡിതന്മാർ, നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ തന്നെ പണ്ഡിതന്മാർ ചിരിച്ചത് കൊണ്ട് ഇത് തള്ളപ്പെടൂല മക്കളെ. നിങ്ങൾ ഇത് കൃത്യമായിട്ട് ഇവിടെ വിശദീകരിക്കണം. മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾ ചുമ്മാ ഇരുന്നിട്ട് കുറച്ചാളുകളെ കൊണ്ടുവന്നിരുത്തി ചിരിച്ചത് കൊണ്ട് തെളിവല്ലാതാവൂല. അതുകൊണ്ട് ഇവിടെ കൃത്യമായിട്ട് വിശദീകരിക്കണം കേട്ടോ. 4ാമത്തെ വിഷയം, അല്ലാഹ് മാത്രമാണ് എല്ലാം കാണുന്നതും എല്ലാം കേൾക്കുന്നതും. എല്ലാം കേൾക്കുന്നതും. ഇനി ഇത്തവണയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് വന്നോന്നറിയില്ല, ഒന്നും കൂടി ഉദ്ധരിക്കുക. 3ാമത്തെ വിഷയം എന്താണ്?
അള്ളാഹുവാണ് സർവ്വ ഗൈബിയായ കാര്യങ്ങളും അറിയുന്നത്. അത് അല്ലാത്ത പടപ്പുകൾക്ക് വകവെച്ച് കൊടുക്കരുത്. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണുവാൻ ഞാൻ നിങ്ങളുടെ കൽബകം മുഹീദ്ദീൻ ഷെയ്ഖ് നമ്മുടെ മനസ്സിലുള്ളത് പോലും അറിയുന്നു എന്ന പച്ചയായ ശിർക്ക് പാവപ്പെട്ട ഒന്നും അറിയാത്ത സമൂഹത്തെ കൊണ്ട് നിങ്ങൾ ചെയ്യിക്കുകയാണ്. ഇമാം ഖാദി ഖാൻ റഹിമഹുല്ല തന്റെ ഫതാവയിൽ ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷമല്ല, ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയ്ക്ക് ശേഷമല്ല, ഇൻഷാ അല്ലാഹ് നിങ്ങള് പ്രിന്റ് എടുത്ത് വന്നതൊക്കെ നമ്മളിവിടെ എല്ലാം കൃത്യമായി ഞങ്ങൾ അറിയുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അപ്പോ ഇൻഷാ അല്ലാഹ് ഇതിവിടെ തെളിയിക്കും. അപ്പോ അദ്ദേഹം തന്റെ ഫതാവയിൽ പറയുകയാണ്, റജുലുൻ തസവ്വജ ഇംറഅതൻ ബിഗൈരി ശുഹൂദത്തിൻ ഫഖാല الرجل والمرأة. ഇൻഷാ അല്ലാഹ് ബാക്കി ചോദ്യോത്തര സെക്ഷനിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് തെളിയിക്കുന്നതാണ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. സഹോദരങ്ങളെ, മുജാഹിദ് സലഫി വിഭാഗത്തിൻ്റെ വിഷയാവതരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി ആദ്യം ചോദ്യം ചോദിക്കുന്നത് സലഫി വിഭാഗത്തിൽ നിന്നാണ്. 3 മിനിറ്റ് ചോദ്യവും 4 മിനിറ്റ് ഉത്തരവുമാണ്. അപ്പം അതുപോലെ 10 അവസരമാണുള്ളത്, അത് ശ്രദ്ധിക്കുക. പിന്നെ ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് ദയവ് ചെയ്ത് പണ്ഡിതന്മാർ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലല്ല പിന്നെ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ അഇന്നാ വലാ തുഇൻ അലൈനാ വംകുർ ലനാ വലാ തംകുർ അലൈനാ വൻസുർനാ അലാ മൻ ബഗാ അലൈനാ. അപ്പോൾ വിഷയാവതരണം എന്തായാലും എല്ലാവരും കേട്ടല്ലോ. ഇനി അടുത്ത ചോദ്യോത്തരാണ്. ഒന്നാമത്തെ ചോദ്യമാണ്, കൃത്യമായി കേട്ടോളൂ, ഉത്തരം ഇവിടെ വേണം. ഇദ്ദേഹം ഇവിടെ വിഷയാവതരണത്തിൽ അനസഖാഫി പറഞ്ഞത് മുജാഹിദുകള് തൗഹീദും ശിർക്കും നിർവചിക്കുന്നിടത്ത് പിഴച്ചു എന്നാണ്. അവർ മാറ്റി മാറ്റി പറയുന്നു, ഇമാമിയങ്ങൾക്ക് പരിചയമില്ലാത്തതാ പറയുന്നത് എന്നൊക്കെയാണ് ഇവിടെ ഇദ്ദേഹം വാള് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം, സാക്ഷാൽ നെല്ലിക്കുത്ത് മുസ്ലിയാർ ഇസ്തിഗാസ എന്താണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഇസ്തിഗാസയുടെ നിർവചനം 1-ാം ഖുറൂനിൽ നിന്ന്, സലഫുകളിൽ നിന്ന് നിങ്ങൾ ഇവിടെ കൃത്യമായി കിതാബ് ഉദ്ധരിച്ച് തെളിയിക്കണം. എന്താ അദ്ദേഹം എഴുതിയത്? അൽ ഇസ്തിഗാസതു തലബുൽ മഊനതി ബിസബബിൽ മുഅ്ജിസതി വൽ കറാമതി മിനൽ അംബിയാഇ വൽ ഔലിയാഇ ഔ തലബുൽ മഊനതി ബിസബബി ദുആഇഹിം വശഫാഅതിഹിം വയുസമ്മ ഇസ്തിശ്ഫാഅൻ ഐളാ. ഈ നിർവചനം നെല്ലിക്കുത്ത് മുസ്ലിയാർ അഖീദത്തു സുന്നത്ത് ജമാഅത്തിന്റെ അഖീദത്ത് എന്ന് പറഞ്ഞിട്ട് എടുത്തു കൊടുത്തിട്ടുണ്ടല്ലോ. ഇത് അഹ്ലുസുന്നയുടെ പൂർവിക ഇമാമിയങ്ങളിൽ നിന്ന് ആരാണ് ഉദ്ധരിച്ചത്? കൃത്യമായി പ്രമാണബദ്ധിതമായി ഇവിടെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. കിതാബ് നിങ്ങൾ ഞങ്ങൾക്ക് തരണം. നെല്ലിക്കുത്ത് മുസ്ലിയാർ നൽകിയ നമ്മുടെ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ ഉണ്ടല്ലോ, ആ ഇസ്തിഗാസയെ കുറിച്ച് അദ്ദേഹം ഈ നൽകിയ നിർവചനം ആരാ പറഞ്ഞത്? സലഫുകളിൽ നിന്ന്, പ്രാമാണികരിൽ നിന്ന് ആര് പറഞ്ഞു? പ്രസിദ്ധീകരണം എടുക്കണമെന്ന് പറഞ്ഞു കുടുങ്ങിയല്ലേ? പൊന്നാനിയിലായിരുന്നെങ്കിൽ പ്രസിദ്ധീകരണം ഒന്നും എടുക്കാത്തതുകൊണ്ട് ഒരു രക്ഷപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയുക, ആരാണ് ഈ നിർവചനം പറഞ്ഞത്? നിങ്ങൾക്ക് കഴിയില്ല സഹോദരങ്ങളെ. കാര്യം എന്താണെന്നറിയാവോ? അള്ളാഹ് ഞങ്ങൾക്കൊരു ഗ്യാരണ്ടി തന്നിട്ടുണ്ട് നിങ്ങളുടെ വിഷയത്തിൽ. എന്താ? അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് അരവരി തെളിവ് കൊണ്ടുവരാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക? അഖീദത്തു സുന്നയില് നെല്ലിക്കുത്ത് മുസ്ലിയാര് എഴുതി വെച്ചത് എന്ത് ചെയ്യുക? ഇവിടെ പ്രമാണബദ്ധിതമായിട്ട് തെളിയിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസം ശിർക്കാണ് എന്ന് ആ ഫതാവ ഖാലി ഖാനിൽ ഫഖറുദ്ദീൻ ഖാലി ഖാൻ റഹിമഹുല്ല, മുല്ല ഇബ്നു തൈമിയ്യ റഹിമഹുല്ലയ്ക്കൊക്കെ മുന്നേ ജീവിച്ചു പോയ പണ്ഡിതൻ പറയുന്നു, റജുലുൻ തസവ്വജ ഇംറഅതൻ ബിശുഹൂദത്തിൻ, എന്ത്? ഒരു സ്ത്രീ കള്ളസാക്ഷിത്തോ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖുദാ ഓർ പൈഗാംബർ മെരാ ഗവാഹ് കരീം, എന്റെ ഷാഹിദ് റസൂലാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്.
السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المخلوقين وعلى آله وأصحابه أجمعين، أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا. صدق الله العلي العظيم. ومن يكن برسول الله نصرته إن تلقه اللصد في آجامها تجمي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الحمد لله. നമ്മുടെ ഈ ഒരു സംവാദം നടന്നു കിട്ടാൻ എത്ര മെനക്കെടേണ്ടി വന്നു. കാരണം വ്യവസ്ഥ എഴുതി പോയ ആളുകൾ രണ്ടാമത് ബന്ധപ്പെടാൻ 1000 കോളാ ഞങ്ങൾ വിളിച്ചത് അങ്ങോട്ട്. ഒറ്റ സാധനവും കിട്ടുന്നില്ല. ചോദിക്കുമ്പോൾ പറയാ എന്തേ കാന്തപുരത്തിന്റെ കല്യാണം ഉണ്ടോന്നാ ചോദിക്കുന്നത്. ഹോള് ബുക്ക് ചെയ്യാൻ വേണ്ടി ചോദിക്കുമ്പോൾ കാന്തപുരത്തിന്റെ കല്യാണം ഉണ്ടോന്നാ ചോദിച്ചത്. അപ്പോൾ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതി 2 മാസക്കാലവും അല്ലെങ്കിൽ 1 മാസവും ഒരക്ഷരം പോലും ഞങ്ങൾ 100 കോൾ അങ്ങോട്ട് വിളിച്ചു, ഇങ്ങോട്ട് ഒറ്റ കോള് വന്നിട്ടില്ല എന്നതാണ് സത്യം. അപ്പോ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കിയത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം. വാട്സപ്പിൽ നമ്മൾ നന്നായി പ്രചരിപ്പിച്ചത് കൊണ്ട് നിർവാഹം ഇല്ലാതെ പിന്നെ അവസാനം ഗതികെട്ടിയപ്പോ ഇങ്ങോട്ട് വന്നതാ. ഏതായിരുന്നു ഇരിക്കട്ടെ, നമ്മളെ സൽമാൻ മൗലവി ഇപ്പൊ പറഞ്ഞു. ഞാൻ ആലോചിക്കുകയാണ്, സൽമാൻ മൗലവി ഞാൻ ആലോചിക്കണം ഇപ്പൊ മുശ്രിക്കായിട്ടുണ്ടോന്നാ. കാരണം എന്തേ, സൃഷ്ടികളുടെ കഴിവിന് അതീതമായ ഉറക്കണ്ട ഇടക്കിടക്ക് സൃഷ്ടികളുടെ കഴിവിൽ പെടാത്തത് ചോദിച്ചാൽ മുശ്രിക്കാകൂന്ന അയാൾ ഇടക്ക് പറഞ്ഞു, ഞാൻ ഈ ചോദ്യത്തിന് നിങ്ങളെ കൊണ്ട് മറുപടി പറയാൻ കഴിയില്ല എന്നാ. അപ്പൊ എന്നെ കൊണ്ട് കഴിയാത്തതാണല്ലോ ചോദിച്ചത്. അപ്പൊ ഇയാൾ മുശ്രിക്കായിട്ടാണോ കുത്തിരിക്കുന്നത്? അല്ലാഹു അലം. ഏതിരുന്നാലും ഇരിക്കട്ടെ. പിന്നെ ഇപ്പോ ലയനം, പണ്ട് സീറ് ബാധിച്ചപ്പോ, വഹാബി പ്രസ്ഥാനത്തിന് സീറ് ബാധിച്ചപ്പോ, ജിന്നും ബാധിച്ചപ്പോ തലാക്കങ്ങ് നടന്നു. അങ്ങനെ ഒരു ഭാഗം മൗലവി ഗ്രൂപ്പ്, വേറൊരു ഭാഗം മടവൂരികളായി 2ആയി ചേരുന്നു. അതോടുകൂടി മറ്റൊരു മോന് ഉപ്പാനെയും ഉമ്മാനെ വിട്ടിട്ട് വേറൊരു ഭാഗത്തേക്ക്, ഫൈസൽ മൗലി അടക്കമുള്ള മക്കള് വേറെ ഭാഗത്തേക്ക് പോയി. ഇപ്പൊ കേൾക്കുന്നുണ്ട് അങ്ങനെ തലാക്ക് നടന്ന ആളുകൾ വീണ്ടും മറുവിവാഹം നടന്നിട്ടുണ്ട്. ഏതായാലും മറുവിവാഹം നടന്നപ്പോ മകന് പറയുന്നുണ്ടോ ഞാൻ ഉപ്പാന്റെ ഉമ്മാന്റെ കൂടെ വരുമെന്ന്? മകന് പറയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏതിരുന്നാലും ഇരിക്കട്ടെ, വന്ന കൂട്ടരാണെങ്കിൽ അഡ്രസ് ഇല്ലാത്ത കൂട്ടരുവാ. അതാണ് ഇവിടെ ഏറ്റവും വലിയ രസം. മുജാഹിദുകളിൽ 8ഓളം ഗ്രൂപ്പുണ്ട്, വളരെ പ്രമുഖമായ 3 ഗ്രൂപ്പുണ്ട്. പക്ഷെ വന്ന ഗ്രൂപ്പോ ഒരു ഗ്രൂപ്പിൽ പെട്ടാൽ അഡ്രസ് ഇല്ലാത്ത കൂട്ടരാ. ഔലിയാക്കളെ പറ്റി അഡ്രസ് ഇല്ലാത്തവരെന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകൾ അള്ളാഹു അതിന്റെ ശിക്ഷ അവർക്ക് കൊടുത്തതാ. ഞങ്ങൾ AP ഭാഗത്തിന്റെ ആളുകളാണ്, പക്ഷെ അങ്ങനെ ഞങ്ങൾ ഇന്ന ഗ്രൂപ്പിൽപ്പെട്ടവരാണെന്ന് പറയാൻ, ധൈര്യത്തോടെ പറയാൻ ഈ ഇരിക്കുന്ന ആളുകൾക്ക് സാധിക്കോ? അഡ്രസ് ഇല്ലാത്ത കൂട്ടരാണിത്. ഇനി നോക്ക് നിങ്ങള്. പിന്നെ വേറൊന്ന് പറഞ്ഞു, എവിടെ മുസ്ലിയാരെ നിർവചനം? നെല്ലിക്കുത്ത് മുസ്ലിയാർ ഉദ്ധരിച്ച നിർവചനം ചോദിച്ചിട്ട് ബാള ബാള ഒച്ചപ്പാടാക്കിയോണ്ട് മറുപടി ആവില്ല. ഈ നിർവചനം അനസക്കാഫി നിങ്ങൾക്കൊന്ന് പുള്ളിയെ സഹായിച്ചൂടെ? വെറും കത്തിയേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും ഉണ്ട്, നിങ്ങൾക്ക് ആ കിതാബെല്ലാം എടുത്തൊന്ന് പുള്ളിക്ക് കൊടുക്ക്. തോക്കെ സക്കാഫി, ഇതിന്റെ ഈ നിർവചനം സാക്ഷാൽ നെല്ലിക്കുത്ത് മുസ്ലിയാർ കൊടുത്ത നിർവചനം. ഏത് പൂർവിക ഇമാമാണ് കൊടുത്തത്? ഇലായോമിൽ ഖിയാമ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളെ ചോദ്യം ചോദിച്ചു ഇവിടെ ഉത്തരം മുട്ടിക്കും എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് സൃഷ്ടി കഴിവിക്ക് വരുന്നുണ്ട്. എവിടെ അടുത്ത അവസരത്തിൽ മറുപടി പറയണം. അതോടൊപ്പം എൻ്റെ 2ാമത്തെ ചോദ്യം കേട്ടോളൂ. 2ാമത്തെ ചോദ്യം എല്ലാവരും ശ്രദ്ധിച്ചോ. 1ാമത്തെ ചോദ്യം കിതാബ് ഉദ്ധരിച്ച് കാണിച്ചിട്ടില്ല. 2ാമത്തെ ചോദ്യം, നിങ്ങൾ ഇവിടെ സൃഷ്ടി കഴിവ് എന്നൊക്കെ വിഭജനം സൽമാൻ മൗലവി പറഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്ത ചോദ്യം
ശ്രദ്ധിച്ച് കേട്ടോ, ഇവിടുത്തെ മറുപടിയാ വേണ്ടത്, വഅദ് വേണ്ട. ഇത് മൗലിദ് സദസ്സല്ല. ഇപ്പൊ 1000-ന്റെ നോട്ടിന് 2000 നോട്ടിനൊക്കെ ഡിമാൻഡാണ്. 500 1000 ഒന്നും എടുക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ പൈസ ഒന്നും തരാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങളിവിടെ മൗലൂദ് ഓതണ്ട, നിങ്ങളെ ഞങ്ങൾക്ക് മറുപടിയാ തരേണ്ടത്. അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും വിളിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന, അല്ലാ എനിക്ക് ആരോഗ്യം തരേണേ, എനിക്ക് മക്കളെ തരേണേ എന്നിങ്ങനെ അള്ളാഹുവിനോട് ചോദിക്കുന്നത് അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടും ചോദിക്കാൻ പറ്റുമോ? അവർക്ക് സമദീയത്ത് കൽപ്പിക്കാതെ, അവർക്ക് ഉലൂഹിയത്ത് കൽപ്പിക്കാതെ ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ? രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു എന്ന് വിചാരിച്ച് ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി പറയാതെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല. കൂട്ടത്തില് നെല്ലിക്കുത്ത് മുസ്ലിയാർ നൽകിയ നിർവചനം ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കിതാബ് എടുത്തു കൊടുക്കും പാവത്തിന്. എന്ത് ചെയ്യാ? നിർവചനം കൃത്യമായി ഉത്തമ നൂറ്റാണ്ടിലെ പൂർവ്വസൂരികളായ ഇമാമുകളെ ഉദ്ധരിച്ച് ഇവിടെ തെളിയിക്കുക. പിന്നെ സംവാദ വ്യവസ്ഥ നടത്തിയിട്ട് വലിയ ബുദ്ധിമുട്ടായി എന്നാ പുള്ളി പറഞ്ഞത്. ഒന്ന് മുജാഹിദുകളെ കിട്ടാൻ വലിയ പ്രയാസമായിരുന്നു. സംവാദ വ്യവസ്ഥ നടന്ന് ഒരാഴ്ച പോലും ആയില്ല. കർണാടക കടന്നു, ഇന്ത്യ കടന്നു ആള്. എന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് ശിർക്ക് ഖുറാഫാത്തൊക്കെ കഴിഞ്ഞിട്ടാണ് എത്തിയത്. അതുകൊണ്ട് സംവാദത്തില് നിങ്ങൾക്ക് എന്ത് അബദ്ധം സംഭവിച്ചു എന്നും നിങ്ങൾ എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ നിങ്ങളുടെ ആളുകൾ വിലയിരുത്തി കഴിഞ്ഞു കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ മഹത്വം ഒന്നും ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണ്ട, പറയണ്ട. ഇവിടെ ഞങ്ങൾക്ക് മറുപടിയാ വേണ്ടത്. അള്ളാഹിനോട് മാത്രം ചോദിക്കുന്ന കാര്യങ്ങൾ, എനിക്ക് ആഫിയത്ത് തരണേ, എനിക്ക് മക്കളെ തരണേ, ഇത് മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ? സമദീയത്ത് കൽപ്പിക്കാതെ, സമയം തീർന്നിട്ടില്ല നോക്കണ്ട, സമദീയത്ത് കൽപ്പിക്കാതെ, ഉലൂഹിയത്ത് കൽപ്പിക്കാതെ ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ? മറുപടി കൃത്യമായി പറയുക. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ല, ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. അതാ അള്ളാഹ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റൂല. ഒന്നാമത്തെ ചോദ്യം നെല്ലിക്കുത്ത് മുസ്ലിയാർ ഇസ്തിഗാസയെ വിശദീകരിച്ച ആ നിർവചനം സലഫുകളിൽ ആര് പറഞ്ഞു? രണ്ടാമത്തേനും മറുപടി നെല്ലിക്കുത്ത് ഉസ്താദിന്റെ നിർവചനം ഉണ്ടോന്നാ ചോദ്യം. ഈ സഹോദരന്റെ നിർവചനം എന്താണ്, അല്ലാത്തത് എന്താണെന്നും തിരിയില്ല. നെല്ലിക്കുത്ത് ഉസ്താദ് സുന്നികളും അസുന്നികളും തമ്മിലുള്ള തർക്കത്തിന്റെ കാര്യം പറഞ്ഞത്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സുന്നികൾ ഉദ്ദേശിക്കുന്നത് എന്താ? അമ്പിയാക്കളോടും ഔലിയാക്കളോടും സായതിട നമ്മുടെ വ്യവസ്ഥയിൽ എഴുതിയത് തന്നെയാണ്. ആ കാര്യം നമ്മളെ അഖീദത്ത് സുന്നയിൽ എഴുതിയപ്പോ ഇയാൾ ചോദിക്കുന്നത് അതിന് മറ്റേ കിതാബിൽ തെളിവുണ്ടോ? ഇന്ന് സുന്നികളും അസുന്നികളും തർക്കത്തിലുള്ള ഇസ്തിഗാസ എന്താണെന്ന് ഉസ്താദ് എഴുതിയതാ. അത് എഴുതിയത് കിതാബിൽ എവിടെ? അതിന് വഹാബികൾ പണ്ട് വേണ്ടേ? ഈ മാതിരി പൊട്ടാത്തരം പറയാ. പിന്നെ നേരത്തെ പറഞ്ഞു നിങ്ങൾ മരിച്ചവരോട് സഹായം ചോദിക്കുന്നവരാണല്ലോ, എന്താ മരിച്ചവരെ കൊണ്ടുവരാത്തത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ കൂട്ടത്തിൽ ജിന്നിനെ വിളിക്കാൻ ചോദിക്കുന്ന ഒരു കൂട്ടുണ്ടല്ലോ, സംവാദത്തിന് ജിന്നിനെ കൊണ്ടുവരണ്ടോ? അല്ല എനിക്ക് തിരിയണം. നിങ്ങൾ ജിന്നിനോട് സഹായം ചോദിക്കാൻ പറ്റുന്ന പറഞ്ഞൊരു ഫൈസൽ മൗലവി ഉണ്ടല്ലോ, സക്കരിയ ഉണ്ടല്ലോ. അപ്പൊ ആ കൂട്ടർ സംവാദം നടത്തുമ്പോ ജിന്നിനെ കൊണ്ട് തിരുത്തലുണ്ടോ? അല്ല, നമുക്ക് തിരിയാൻ താല്പര്യമുണ്ട്. പിന്നെ പ്രവാചകന്റെ ഉപ്പാനെ പറ്റി പറഞ്ഞു. പ്രവാചകന്റെ ഉപ്പ കാഫിറാണെന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു തന്റെ വാദമായി ഫതാവ റംലിയിൽ എഴുതിയിട്ടേ ഇല്ല. പച്ചക്കളവാണത്, പച്ചക്കളവാണ്. ഇമാം റംലി തന്റെ വാദമായിട്ട് അങ്ങനെ എഴുതിയിട്ടില്ല, പച്ചനുണ. നിങ്ങൾ കിതാബുകളിൽ നടത്തുന്ന തിരിമറികൾ ഓരോന്നും ഇബ്നു തൈമിനെ പറ്റി നന്നായി പഠിപ്പിക്കാനുണ്ട്, അതുപോലെ തന്നെ ഫതാവ അലങ്കരിയെ പറ്റി പഠിപ്പിക്കാനുണ്ട്. നിങ്ങൾ ചോദ്യം വരട്ടെ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ അമ്പിയാക്കളോട് ചോദിക്കാമോന്നു? അല്ല, ഉപ്പയോട് ചോദിക്കാം, ഭാര്യയോട് ചോദിക്കാം. അപ്പൊ ഒരാൾ ചോദിക്കാം, ഭാര്യയോട് ചോദിക്കുന്നതൊക്കെ ഉമ്മയോട് ചോദിക്കാൻ പറ്റുമോ? തൽക്കാലം ഞങ്ങൾ അതിന് കിട്ടൂല കേട്ടോ. ഉമ്മയോട് ചോദിക്കാൻ, ഭാര്യയോട് ചോദിക്കാൻ പറ്റുന്നതൊക്കെ ഉമ്മയോട് ചോദിക്കാൻ പറ്റുമോ? ഉമ്മയോട്. അപ്പോ അത് രണ്ടാണ്. അമ്പിയാക്കളോട് ഏത് ചോദിക്കണം, ഔലിയാക്കളോട് ചോദിക്കണം, അള്ളാഹിനോട് ചോദിക്കണം, അത് വേറെ നമ്മൾ പഠിപ്പിച്ചു തരാം. നമ്മളിപ്പോ എഴുതിയത് എന്താ? അമ്പിയാക്കളോടും ഔലിയാക്കളോടും സഹായം നേടുന്നതിന് വല്ല തെളിവുണ്ടോ? അതാണ് നിങ്ങളെ ചോദ്യം വരേണ്ടത്. ആ ചോദ്യം വരട്ടെ. നിങ്ങൾക്ക് ഇന്ന് കർണാടകത്തിൽ വെച്ചുകൊണ്ട് നിങ്ങളെ കെട്ടുകെട്ടിയിട്ട് ഇൻഷാ അല്ലാഹ് കേരളത്തിലേക്കല്ല, അവിടുന്ന് ദുബായിലേക്ക് അയക്കാനുണ്ട്. നിങ്ങൾ വാങ്ങിയ ടിക്കറ്റ് നഷ്ടമായിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് നിങ്ങൾ അയക്കാനുണ്ട്. അപ്പൊ രണ്ട് ചോദ്യവും അപ്രസ്തുതമാണ്. ഈ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ഞങ്ങളെ വാദത്തിൽ എഴുതിയ ആ നിലക്കുള്ള വാദം സുന്നിയുടെ വാദം എഴുതിയതാ. ഇയാൾ പറയുന്ന ആ തൈരീഫ് കിതാബിലുണ്ടോ? എന്ത് സഫാത്താ? അല്ല, ഈ സഫാത്ത് ചോദിക്കാൻ ദുബൈയിൽ ഇങ്ങോട്ട് വരണോ? എന്ത് കഥയാണ്? ഇമാം ഈ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് തൈരീഫ് എഴുതിയ പോലും സുന്നികളോ അസുന്നികളോ തർക്കത്തിലുള്ള വിഷയം എഴുതിയത്. സുന്നികൾ ഇസ്തിഗാസ കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്, അത് കിതാബിലുണ്ടോന്നാ. അപ്പൊ നമ്മളെ വാദം തന്നെ ഇയാൾ ചോദിക്കണം, വാദം കിതാബിലുണ്ടോന്ന്. നിങ്ങൾ എഴുതിയ വാദം കിതാബിലുണ്ടോ?
എന്താണ് ഈ പട്ടത്തരം പറയാ? അപ്പൊ സഫാത്ത് പറയാനായിട്ട് ഇവിടെ വന്നിട്ട് കുത്തിരിക്കുന്നത് ഈ പറയുന്ന കിതാബുകളൊക്കെ കൊണ്ടുവന്ന് ഈ സഫാത്ത് പറയാനാ പൊട്ടത്തരം പറയാ. അപ്പോ രണ്ട് ചോദ്യം പൊട്ടത്തരാണ്, അതുകൊണ്ട് നല്ല ചോദ്യം ചോദിക്കാൻ പോലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദ്യങ്ങള് ഞങ്ങളെ ചോദ്യം വരാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് ഇസ്തിഗാസ ഏൽപ്പിച്ചിട്ടേ നിങ്ങൾ അയക്കുള്ളൂ. പിന്നെ മൗലിദിന്റെ പണം ഞങ്ങൾ തൽക്കാലം സക്കാത്തിന്റെ പൈസ വാങ്ങാറില്ല. ഞങ്ങള് സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് പൈസ വാങ്ങാറില്ല. ആരെങ്കിലും ഹലാലാകുന്നതിലേക്ക് ആദ്യം തന്നാൽ ഞങ്ങൾ വാങ്ങുന്നല്ലാതെ, അത് റസൂലുള്ളാഹിക്കും കൊടുത്തിട്ടുണ്ട് ആദ്യ. അങ്ങനെ ആദ്യം വാങ്ങൽ ഹലാലാണ്. നിങ്ങൾ സക്കാത്തിന്റെ കമ്മിറ്റി ഉണ്ടാക്കി പൈസ പറ്റലല്ലേ, അത് ഞങ്ങൾ ആ പണിക്ക് ഹറാമിന്റെ പണിക്ക് ഞങ്ങളില്ല. അപ്പൊ ഏതിരുന്നാലും പിന്നെ ചോദ്യം ചോദിക്കാൻ പോലും സൽമാൻ അറിയുന്നില്ല. ഒരു ചോദ്യം എന്താണ്? അള്ളാഹിനോട് ചോദിക്കുന്നതൊക്കെ ഔലിയാക്കളോട് ചോദിക്കാമോന്നാ? ഭാര്യയോട് ചോദിക്കുന്നതൊക്കെ ഉമ്മാരോട് ചോദിക്കാൻ പറ്റുമോ? എന്ത് പൊട്ടത്തരം ഈ പറയുന്നത്? ഭാര്യയെ ബെഡ്റൂമിലേക്ക് വിളിക്കാം, ഉമ്മാനെ ബെഡ്റൂമിലേക്ക് വിളിക്കാൻ പറ്റുമോ? അപ്പൊ ഈ മാതിരി സഫാത്ത് പറയാ. ഈ സഫാത്ത് പറയാനായിട്ട് കുറെ കിതാബുകളുമായിട്ട് രണ്ട് മൗലവിമാർ വന്നതാ. അതിന്റെ കൂടെ കുറെ സാധനങ്ങളും. അള്ളാഹ് ഈ കാണുമ്പോ ബേജാറന്ന് ചോദ്യം ചോദിക്കാൻ അറിയുന്നില്ല. പിന്നെ ഫത്താവ അലങ്കരിയ ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയും ഇബ്നു തൈമിനെ പറ്റി പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക്. ഹലോ, അവരെന്നോട് പറഞ്ഞതാണ്. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, സലഫി വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ബഹുമാന്യരായ സുന്നി വിഭാഗത്തിൻ്റെ പക്ഷത്ത് നിന്ന് പറഞ്ഞ ഫൈസൽ മൗലവി ജിന്നിനോട് സഹായം തേടാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് ദയവ് ചെയ്ത് ആ തെളിവ് മധ്യസ്ഥന്മാരെ ഏൽപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, പണ്ഡിതന്മാരോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, മധ്യസ്ഥന്മാർ സംസാരിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കയറി നിങ്ങൾ സംസാരിക്കരുത് പ്ലീസ്.
നിങ്ങളെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ സുഹൈൽ യൂസുഫ് പറഞ്ഞല്ലോ, അത് നിങ്ങൾ മാനിക്കല്ലേ ചെയ്യുന്നത്? അസ്സലാമു അലൈക്കും. സഹോദരൻ സക്കരിയ സാഹിബ് ഇവിടെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു, അതിന് തെളിവ് വേണമെന്ന് ഞങ്ങൾ ചോദിച്ചു. ആ തെളിവ് നിങ്ങൾ തരിക. ഞങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ആവശ്യപ്പെടുന്നതിന് ശേഷം നിങ്ങൾ അതും കൊണ്ടുവരീൻ എന്ന് പറയുന്നത് ഒരു ന്യായമായിട്ട് നമുക്ക് തോന്നുന്നില്ല. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ തരേണ്ടത് തന്നിട്ട് നിങ്ങൾ ഞങ്ങളോട് ചോദിക്കൂ, ഞങ്ങളെ പറ്റി പറഞ്ഞത് കൊണ്ടാ ആദ്യം ഞങ്ങളല്ലേ ആവശ്യപ്പെട്ടത്, അതും കൊണ്ട് തരിക. അതിനുശേഷം നിങ്ങൾ പറഞ്ഞത് തന്നിട്ടില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഞങ്ങൾ നിങ്ങളെ പറ്റി കളവ് പറഞ്ഞാണെന്ന്. അതന്നെ അവര് മാന്യത, നിങ്ങൾ അത് നിഷ്പക്ഷമായിട്ട് നിങ്ങളാ സംസാരിക്കേണ്ടത്. നിങ്ങളിപ്പോൾ ആവശ്യപ്പെട്ടത് അവർ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇപ്പൊ അവരാവശ്യപ്പെട്ട് നിങ്ങൾ അവരെ കയ്യിൽ ഏൽപ്പിച്ചാൽ നിങ്ങൾ അങ്ങനെ വാശി പിടിച്ചാൽ എങ്ങനെയാണ്? നിങ്ങൾ അല്ല, അവരിപ്പോ തന്നില്ല, എൻ്റെ കൈമാറി. അതന്നെ ഇപ്പൊ നമ്മളിതിനെ ഒന്ന് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകലല്ലേ ഖൈറ്? ആദ്യം നിങ്ങൾ ജിന്ന് വിളിക്കാന്ന് പറഞ്ഞ കേൾപ്പിക്കും. തയ്യാറാണെങ്കിൽ ശേഷം കുറച്ച് ഇരിക്കും ചെയ്യാം. ക്ലിയർ ആണ്, ഞാൻ അംഗീകരിക്കുന്നു. ആണ്ട് ചോദിക്കാം, നമുക്ക് 10 മണി സമയമുണ്ട്, നമുക്ക് എല്ലാവർക്കും തയ്യാറാണെങ്കിൽ ശേഷം കുറച്ച് ഇരിക്കും ചെയ്യാം. അതായത് സുനീർ പറഞ്ഞ ക്ലിയർ ആണ്. അത് ഞാൻ നേരത്തെ എന്റെ സംസാരത്തിലും പറഞ്ഞു. അതായത് അദൃശ്യരാണ് ജിന്നുകൾ, അതും മനുഷ്യരെ അപേക്ഷിച്ചാണ്. ഒരു ജിന്നിന് വേറെ ജിന്നിനെ കാണാൻ പറ്റും. അവർ തമ്മിൽ എന്തല്ല, അദൃശ്യരല്ല. മലക്കുകൾ തമ്മിൽ അദൃശ്യരല്ല. ഒരു മനുഷ്യനെ അപേക്ഷിച്ച് ജിന്ന് അദൃശ്യമാണ്, മലക്ക് അദൃശ്യമാണ്.
ആ അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദൃശ്യം എന്ന അർത്ഥത്തിൽ അഭൗതികം എന്ന് പ്രയോഗിക്കാം. പക്ഷെ ആ അഭൗതികം കൊണ്ട് ശിർക്ക് വരുന്നില്ല. ആ അഭൗതികം കൊണ്ട് ശിർക്ക് വരുന്നില്ല. അപ്പൊ ശിർക്ക് വരുന്ന അഭൗതികത അതല്ല. കുഞ്ഞീദ് മദനി എഴുതിയത് അഭൗതികമായ ഗുണവും ദോഷവും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന അഭൗതികം ഈ പറഞ്ഞ അഭൗതികമല്ല. ഏത്? അദൃശ്യം എന്ന അർത്ഥത്തിൽ മാത്രമുള്ള അഭൗതികമല്ല കുഞ്ഞീദ് മദനി ഉദ്ദേശിച്ച അഭൗതികം. അതുകൊണ്ടാണ് അവന്റെ പടപ്പുകളിൽ ഒരാൾക്കും ആ കഴിവില്ല എന്ന് മൗലവി എഴുതിയത്. അതുകൊണ്ടാണ്. അപ്പൊ ഒരു പടപ്പിനും ഇല്ലാത്തൊരു കഴിവ് ജിന്നും മലക്കും നമ്മൾ അപേക്ഷിച്ച് അദൃശ്യമെന്നോ അജ്ഞാതമെന്നോ ഇനി വേണമെങ്കിൽ അഭൗതികമെന്നോ പറഞ്ഞാലും തെറ്റല്ല. ആ അഭൗതികം എന്ന വാക്ക് കൊണ്ട് ജിന്നിനോടുള്ള എല്ലാം ശിർക്കായി വരുന്നില്ല. നേരെ മറ്റേ അഭൗതികത്തിനോട് ശിർക്ക് സംഭവിക്കുന്നത്. ആ അഭൗതികത ഉണ്ടെങ്കിൽ ചോദിക്കൽ മാത്രമല്ല എല്ലാം ശിർക്കായി. ഇനി സുനീർ പറഞ്ഞ ഈ അഭൗതികത കൊണ്ടും ശിർക്ക് വരുമെന്നാണെങ്കിൽ മനുഷ്യമെന്നോ അജ്ഞാതമെന്നോ ഇനി വേണമെങ്കിൽ അഭൗതികമെന്നോ പറഞ്ഞാലും തെറ്റല്ല. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദ് ഇവിടെ പറഞ്ഞത് ജിന്നിനെ വിളിക്കാമെന്ന് ഫൈസൽ മൗലവി പറഞ്ഞു എന്നാണ്. അത് ഇതുവരെ കേൾപ്പിച്ചിട്ടില്ല. ആ ഭാഗം എവിടെ? അത് മധ്യസ്ഥനല്ല പറയേണ്ടത് പണ്ഡിതന്മാരാണ്. നിങ്ങളല്ല അത് പറയേണ്ടത് പണ്ഡിതന്മാരാണ്. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഞങ്ങൾ എവിടെ അത് മധ്യസ്ഥന്റെ പണിയല്ല പറയാ. മധ്യസ്ഥനിക്കല്ലോ ജോലിയല്ല. മധ്യസ്ഥൻ നിഷ്പക്ഷമായിട്ട് പണ്ഡിതന്മാർ അവര് നിങ്ങളോട് സദസ് നിശബ്ദമാവുക. സദസ്സിലുള്ള എല്ലാവരും അവിടെ നിന്ന് ഇരുന്ന് സഹകരിക്കുക പ്ലീസ്. അസ്സലാമു അലൈക്കും. പച്ച കളവ്, കിതാബിലും കളവ്, നബിതങ്ങളുടെ മേലും കളവ്, ഇമാമിയങ്ങളുടെ മേലും കളവ്. ഇവിടെ വന്നിട്ട് ബഹുമാന്യനായ ഫൈസൽ മൗലവിയുടെ മേലും പച്ച കളവ് പറഞ്ഞു. ഫൈസൽ മൗലവി ജിന്നിനെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഒരു ക്ലിപ്പിട്ട് ദൃശ്യവും അദൃശ്യവും വിഭജിക്കുന്ന, അതിന് വിശദീകരിച്ചു കൊടുക്കുന്ന ക്ലിപ്പിട്ടിട്ട് അല്ലാഹു അക്ബർ. അതുകൊണ്ട് ആവൂല മുസ്ലിയാരെ, ഏത് യൂട്യൂബിൽ നിന്ന് ആളുകൾ കാണും. ഈ കേട്ടതല്ല, ഇത് നിങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് നിങ്ങളെ മുസ്ലിയാക്കന്മാർക്ക് ഓതി കൊടുക്കുന്ന ദർസല്ല, ആളുകൾ കാണും. ഇതുകൊണ്ടാണ് നെറ്റിലും യൂട്യൂബിലും ഒക്കെ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതാ നിങ്ങളെ ബേജാറ്. ഇൻഷാ അല്ലാഹ് ആളുകൾ ബാക്കി പഠിക്കട്ടെ. അപ്പൊ കൂടുതൽ ഞങ്ങൾ അങ്ങോട്ട് കളവ് നിർത്തുക. ദജ്ജാലൂന കദ്ദാബൂനാണ് അനസഖാഫി പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ആർക്കാണ് പര്യാപ്തമോ എന്നത് മുന്നിലിരിക്കുന്ന തോക്കെ സഖാഫിക്ക് തന്നെ. ബഹുമാന്യനായ ഫൈസൽ മൗലയുടെ മേലിൽ പച്ചക്കളവ് നിർത്തിക്കോ. അടുത്തത് എന്നിട്ട് ഉടനെ വ്യവസ്ഥ ലംഘിച്ചിരിക്കുകയാണ്. എന്ത്? നിങ്ങൾ ക്ലിപ്പിങ്ങോട്ട് തരീൻ, ആ സമയത്തോ വായി നോക്കിയിരിക്കുക. കോടതി പിരിയുമ്പോ കഥ പറയുക. എന്താ ചങ്ങായിമാർ നിങ്ങളെ കഥ? നമ്മളെ ചോദ്യം ഇതാ, ആരും മറക്കണ്ട. അഖീദത്തുസ്സുന്നയില് ഇസ്തിഗാസയെ വിശദീകരിച്ച പൂർവിക ഇമാം ആരാണ്? ഈ നെല്ലിക്കുത്ത് കൊടുത്തത് എവിടെയെന്ന് ചോദിച്ചിട്ട് ബബ്ബ ഇല്ല, മറുപടിയില്ല. ഇതിന് ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നെല്ലിക്കുത്ത് മുസ്ലിയാർ എഴുതിയത് ചവറാണ്. ഞങ്ങൾ ഇത് വലിച്ചെറിയുന്നു ചവറിലേക്ക്. ഞങ്ങൾക്കത് വേണ്ട, അത് ഞങ്ങൾക്ക് വേണ്ട. ആ നിർവചനം ഞങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇമാമിയങ്ങളെ, സലഫുകളെ നിങ്ങൾ ഉദ്ധരിച്ചാൽ ഞങ്ങൾ അവിടെ പോയി എടുക്കും. ഇല്ല എങ്കിൽ നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ ആ ഗ്രന്ഥം അവിടെ കിടക്കും. സലഫുകളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഉദ്ധരിക്കുക. ഇലാ യൗമിൽ ഖിയാമ സാധ്യമല്ല. രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി എവിടെ?
രണ്ടാമത്തെ ചോദ്യത്തിന്റെ മറുപടി എവിടെ? പറ, പറ്റുമോ ഇല്ലയോ? സൃഷ്ടി കഴിവിന് അതീതമായ മാർഗത്തിൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് എനിക്ക് ആഫിയത്ത് തരേണേ, എനിക്ക് മക്കളെ തരേണേ, പറ്റുമോ ഇല്ലയോ? മറുപടി വരട്ടെ. ചുമ്മാ അവിടെ ഇരുന്നിട്ട് കവലപ്രസംഗം അടിച്ചത് കൊണ്ട് കാര്യമില്ല. പച്ചക്കളവുകള് കിതാബിൽ പറയുക, പണ്ഡിതന്മാരുടെ പേരിൽ പറയുക. എന്നിട്ട് അതുകൊണ്ട് ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. മൂന്നാമത്തെ ചോദ്യമായി രണ്ടാമത്തെ ചോദ്യം വീണ്ടും മൂന്നാമത് ഞാൻ ആവർത്തിക്കുകയാണ്. മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചിട്ട് എനിക്ക് ആഫിയത്ത് തരേണേ, എനിക്ക് മക്കളെ തരേണേ എന്നിങ്ങനെ സൈക്കിളിൽ നിന്ന് വീട് ചിരിച്ചത് കൊണ്ട് മറുപടി ആവില്ല. തോക്ക മുസ്ലിയാരെ, നിങ്ങൾ ഇവിടെ തെളിവ് ധരിക്കണം. ആ രീതിയിൽ അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും വിളിച്ച് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ? മറുപടി വരട്ടെ. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇവിടെ തെളിയിക്കും. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യം, നെല്ലിക്കുത്ത് മുസ്ലിയാർ കൊടുത്ത നിർവചനം അത് ഇമാമിങ്ങളാരും പഠിപ്പിച്ചതല്ല. അതിൽ നിന്ന് മഫ്ഹൂമെ മുഖാലഫ, എന്താ സലഫികൾ പറയുന്ന നിർവചനം ശരിയാണ്. അവിടെ മറുപടി വരട്ടെ. പൂച്ച പുറത്ത് ചാടി. ഏതിരുന്നാലും പൂച്ച പുറത്ത് ചാടി. കാരണം എന്തേ? ഞങ്ങള് ഗ്രൂപ്പില്ലാന്നാ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നോക്കുമ്പോ ഫൈസൽ മൗലവിന്റെ കാര്യം പറയുമ്പോ അങ്ങോട്ട് അനുകൂലം നിൽക്കുകയാണ്. അപ്പൊ ഈ വന്ന കൂട്ടർ ആരുടെ ആളാണ് എന്ന് പൂച്ച പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ വിജയം. പിന്നെ രണ്ടാമത് കിതാബ് വലിച്ചു ചാടിയത്, ഇത് നിങ്ങളെ ഉപ്പാപ്പ പണ്ട് ചെയ്തത് തന്നെയാ. ഇബ്നു അബ്ദുൽ വഹാബ് പണ്ട് കിതാബുകളെയും തഫ്സീറുകളെയും സ്വലാത്തിന്റെ കിതാബുകൾ റോട്ടിൽ വലിച്ചെറിഞ്ഞ് ചവിട്ടി തീ കൊടുത്ത് കരിച്ച ആളാ ഇബ്നു അബ്ദുൽ വഹാബ്. അതാണ് ഇവിടെ രണ്ടാമതും കണ്ടത്, കിതാബ് വലിച്ചെറിയത്. അത് നമ്മുടെ മറുപടി എത്ര കൃത്യമാണ്, എത്രമാത്രം ചൂട് പിടിക്കുന്നുണ്ട്, എത്രമാത്രം പരിണാമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ അടയാണ് കിതാബ് വലിച്ചെറിഞ്ഞത്. ഏടാ എന്നോട് ചൂട് കൊണ്ട് കിതാബിനെ വലിച്ചെറിഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങളെ പൈസ പോയി എന്നല്ലാതെ ഞങ്ങൾക്കൊരു നഷ്ടവും ഇല്ല. നിങ്ങൾ കിതാബ് വലിച്ചെറിഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് നഷ്ടമുണ്ടോ? പിന്നെ രണ്ടാമത്തെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു, പൊട്ടത്തരത്തിന്റെ ചോദ്യം. അള്ളഹാനോട് ചോദിക്കാൻ പറ്റിയതൊക്കെ അമ്പിയാക്കളോട് ചോദിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ ചോദിച്ചു, ഭാര്യയോട് ചോദിക്കാൻ പറ്റിയതൊക്കെ ഉമ്മയോട് ചോദിക്കാൻ പറ്റുമോ? ഈ മാതിരി സഫാത്ത്. പിന്നെ മരിച്ചവരോട് അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാ പ്രയോഗിച്ചത്? അബൗദികം, കാര്യകാരണ ബന്ധത്തിന്റെ അതീതം, മറഞ്ഞ വഴി, ഇങ്ങനെ ഒലക്കപ്പുണ്ണാക്ക് നിങ്ങളത് എന്തൊക്കെയുണ്ട്. എന്തായാലും നിങ്ങൾ എന്ത് ഒലക്കപ്പുണ്ണാക്ക് പേരിട്ടാലും നിങ്ങളെ വിഷയം എന്താ? അത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഔലിയാക്കളോടും അമ്പിയാക്കളോടും സുന്നികൾ സഹായം ചോദിക്കുന്നതിനെ പറ്റിയാ. നിങ്ങൾക്ക് തെളിവല്ലേ വേണ്ടത്? പരിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടേ വിടുള്ളൂ. എന്താ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു? ലാ തജ്അലു ദുആ അർ-റസൂൽ ബൈനകും കദുആഇ ബഅദികും ബഅദാ. ആയത്തോതി പിടിച്ചോ. നിങ്ങൾ റസൂലുള്ളാനെ ആക്കരുത്, റസൂലുള്ളാനെ വിളിക്കുന്നതിനാക്കരുത്. കദുആഇ ബഅദികും ബഅദാ. റസൂലുള്ളയോട് സഹായം തേടുമ്പോ, ആ റസൂലുള്ളയോട് സഹായം തേടുന്ന സമയത്ത് ആപൽ ഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളില് റസൂലുള്ളയോട് സഹായം തേടുമ്പോ നിങ്ങൾ യാ മുഹമ്മദ് എന്ന് വിളിച്ച് സഹായം തേടണ്ട. നിങ്ങൾ യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് തേടാൻ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ റബ്ബ് പറയുന്നു, റസൂലുള്ളയോട് സഹായം തേടുമ്പോ യാ മുഹമ്മദ് എന്ന് വിളിച്ച് സഹായം തേടണ്ട. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബിനോട്, ആ ഹബീബിനെ മദീനത്തിരിക്കുന്ന റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടുന്നത് അത് ശിർക്കല്ലേ? നിങ്ങളെ വാദത്തില് അത് കുഫ്രിയത്തല്ലേ? പരിശുദ്ധ ഖുർആൻ പറയുന്ന യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു തേടുക, യാ ഹബീബല്ലാഹ് എന്ന് വിളിച്ചു തേടുക, യാ മുഹമ്മദ് എന്ന് വിളിച്ചു തേടണ്ട. ലാ തജ്അലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ. സൂറത്തുൻ നൂർ പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് പൊട്ടത്തരത്തിന്റെ ചോദ്യം ചോദിക്കണ്ട. നിങ്ങളെ ചോദ്യം പ്രസ്തുതമായിട്ടല്ല പറയുന്നത്, പക്ഷേ വിഷയം നമുക്കൊക്കെ അറിയാമല്ലോ. ഏതിരുന്നാലും
പൂച്ച പുറത്ത് ചാടി, കിതാബ് നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ചൂടായി. ഫൈസൽ മൗലവി ജിന്നിനോട് അഭൗതികമായ മുന്നോടുള്ള സഹായം അഭൗതികമല്ല എന്ന് പറഞ്ഞല്ലോ. അഭൗതികമല്ലെങ്കിൽ പിന്നെ ഭൗതിക സഹായം തേടാൻ നിങ്ങളല്ലേ പറഞ്ഞത്? അപ്പോ ഫൈസൽ മൗലവിനെ നന്നാക്കാൻ വേണ്ടി പോയിട്ട് കിതാബ് നഷ്ടപ്പെട്ടോ? ഉപ്പാപ്പാന്റെ പ്രവർത്തനം ഇവിടെ കടമെടുത്തു. ഞാൻ പറയുന്ന പരിശുദ്ധ ഖുർആൻ തെളിയിച്ചതാ. മറുപടി എവിടെ? മറുപടി എവിടെ? കവലപ്രസംഗം നടത്തിയതുകൊണ്ട് എന്തായി? ഇത് തോക്ക വിചാരിച്ച് ഉപ്പിനങ്ങാടിയിലെ കവലപ്രസംഗമാണെന്ന്. അല്ല മുസ്ലിയാർ, ഇവിടെ മറുപടി പറ. നെല്ലിക്കുത്ത് മുസ്ലിയാരുടെ നിർവചനം കാണിക്കാതിരിക്കുന്നിടത്തോളം അത് ചവറ്റുകൊട്ടയിൽ തന്നെ. ഒന്നാമത്തെ ചോദ്യത്തിന് മറുപടി ഇല്ല എന്നതിന്റെ വ്യക്തമായ തെളിവ്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, നബിയെ വിളിച്ചിട്ട് നബിയെ എനിക്ക് ആഫിയത്ത് തരണേ, എനിക്ക് മക്കളെ തരണേ എന്നിങ്ങനെ ചോദിക്കാൻ പറ്റുമോ? അപ്പോഴും വീണടത്ത് തന്നെ ഉരുളുകയാ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എന്നാ കൃത്യമായിട്ട് കേട്ടോ, നിങ്ങൾ ചോദിക്കുന്ന അള്ളയല്ലാത്തവരെ വിളിച്ചിട്ട്, അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലോ, എന്ത്? എനിക്ക് ആഫിയത്ത് തരണേ, എനിക്ക് മക്കളെ തരണേ. കേട്ടോ, അൽ ഹുജ്ജ ഫീ ബയാനിൽ മഹജ്ജ അബുൽ ഖാസിം അൽ അസ്ബഹാനി റഹിമഹുല്ലാഹ് ഖവ്വാമുസ് സുന്ന എന്നറിയപ്പെടുന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ. ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ടോ. ഷാഫിഈ മദ്ഹബിലെ പണ്ഡിതൻ അദ്ദേഹം പറയുക, എന്ത്? നബിയെ വമിൻ അസ്മാഇഹി അൽ വഹാബ്, അള്ളാന്റെ നാമത്തിൽപ്പെട്ടതാ വഹാബ്. ഞങ്ങൾ എന്തുകൊണ്ട് വഹാബികളായി നിങ്ങൾക്ക് അറിയണ്ടേ? ഞങ്ങൾ വഹാബികളാ. കേട്ടോ, ഈ സംവാദം ബൈലക്സിൽ ഇരുന്നു കൊണ്ട് ലൈവായി കേൾക്കുന്ന സർവ സമസ്തക്കാരും കേട്ടോ. ഇനി വാട്സപ്പില് മുജാഹിദുകൾ പറയും ഞങ്ങൾ വഹാബികൾ തന്നെ. എന്തുകൊണ്ട്? യഹബുൽ ആഫിയ, അള്ളയ ആഫിയത്ത് തരുന്നത്. വലാ യഖ്ദിറുൽ മഖ്ലൂഖു അയ്യഹബഹ, ആഫിയത്ത് നൽകുവാൻ മഖ്ലൂഖിന് കഴിയുകയില്ല. അതുപോലെ തന്നെ വലാ യഖ്ദിറുൽ മഖ്ലൂഖു, പടപ്പുകൾക്ക് കഴിയുന്നതല്ല അയ്യഹബഹ, ഖുവ്വത്ത് തരുവാനും. തഖൂലു യാ റബ്ബ്, നീ പറയും ഹബ്ലിൽ ആഫിയ, റബ്ബേ എനിക്ക് ആഫിയത്ത് തരണമേ. വലാ തസ്അൽ മഖ്ലൂഖൻ ദാലിക, അതൊരു പടപ്പിനോട് ചോദിക്കാൻ പറ്റൂല. ആര്? വൈൻ സഅൽതഹു ലം യഖ്ദിർ അലൈഹി, അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് സഹായിക്കുവാൻ പടപ്പിന് കഴിയില്ല. അത് ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, സൃഷ്ടി കഴിവിന് അതീതമായ മാർഗത്തിലാ. തൊടണം കിതാബ്. ഇതാ കണ്ടോ, പിടിച്ചിട്ട് മറുപടി ഇവിടെ വേണം. കിതാബ് ഇതാ ഇവിടുന്ന് പറയണം, പുറത്തു പോയിട്ട് പ്രസംഗിച്ചിട്ട് കാര്യമില്ല. അടുത്ത ഞങ്ങളെ ചോദ്യം, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹ് പറഞ്ഞു, ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. നിങ്ങൾ അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ നിങ്ങളെപ്പോലത്തെ അടിമകളാണ്. അതുകൊണ്ട് ഫദ്ഉഹും, നിങ്ങൾ അവരെ വിളിക്കുക, അവർ ഉത്തരം ചെയ്യുന്നു നോക്കട്ടെ. സാക്ഷാൽ നിങ്ങൾ വലിയായി നിശ്ചയിച്ചിരിക്കുന്ന കാന്തപുരത്തെ ഇവിടെ നിന്ന് നിങ്ങൾ വിളിക്കൂ, ഉത്തരം ചെയ്യുന്നു നോക്കട്ടെ. അടുത്ത നാലാമത്തെ ചോദ്യം കേട്ടോ, മറുപടി വാ. ഇവിടെ നിന്ന് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്ക്, ഉത്തരം ചെയ്യുന്നു ഞങ്ങൾ കാണട്ടെ. നിങ്ങൾക്ക് മരിച്ചു കഴിയുമ്പോഴാണല്ലോ കഴിവ് വരുന്നത്. ഉത്തരം ചെയ്യുന്നു, വേണമെങ്കിൽ ഒരു ഡിസ്കൗണ്ട് തരാം. ഡെഡായി പോയ നിങ്ങളുടെ ഏതെങ്കിലും ഔലിയാക്കന്മാരെ ഇവിടെ കൊണ്ടുവാ. നിങ്ങളുടെ വിശ്വാസം എന്താ? ഔലിയാക്കന്മാരെ ഹാളിറാണ്. അങ്ങനെ ഹാളിറാകുമോ ഇല്ലയോ? മറുപടി വേണം. അല്ല, ജബ്ബാർ മൗലവി ജിന്നിനെ കൂട്ടിട്ടാ പോക്ക്? ജിന്നിനോട് സഹായം തേടാന്ന് ഇസ്ലാമിൽ 2007 ഏപ്രിൽ മാസത്തിൽ എഴുതിയ ജബ്ബാർ മൗലവി ജിന്നിനെ വിളിച്ചിട്ടാ പോക്ക്? ഞങ്ങൾ മരിച്ചവരോട് സഹായം ചോദിക്കാന്ന് പറയുമ്പോ മരിച്ചവരെന്താ കൊണ്ടുവരാത്തത്? നിങ്ങൾക്ക് മരിച്ചവർ വേണ്ട, ഞങ്ങൾ തന്നെ മതി. നിങ്ങൾക്ക് മറുപടി വരെ റസൂലും വേണ്ട, മൊയ്യദീൻ ശൈഖ് വേണ്ട, ഞങ്ങൾ പോലത്തെ കുട്ടികൾ മതി. പിന്നെ എന്തിനാ അവരെ കൊണ്ടുവരുന്നത്? പിന്നെ വഹാബാണെന്ന് പറഞ്ഞത് കൊണ്ട് അള്ളാഹിനോട് മാത്രമേ ചോദിക്കണം. റസാഖെന്നില്ലേ അള്ളാഹ്ക്ക്? ഉമ്മയോട് ഭക്ഷണം ചോദിക്കാൻ പറ്റുമോ? എന്താ പോട്ടത്ര പറയും. റസാഖ് എന്ന് അള്ളാഹിന്റെ വേറൊരു സിഫത്തുണ്ട്, റിസ്ക് നൽകുന്നവൻ അള്ളാഹു. ഉമ്മയെ ചോറുതാന്ന് പറഞ്ഞ ഈ മൗലവിന്റെ വാദപ്രകാരം കാബർ. എന്ത് പോട്ടത്രം പറയാ. സഫാത്ത് പറയാനായിട്ട് ഗൾഫിന്ന് വന്നതാ. പിന്നെ ഞാൻ ഓതിയ ആയത്ത് ഇതുവരെ തൊട്ടിട്ടില്ല, ഇതുവരെ ഒരക്ഷരം കാമാന്ന് പറഞ്ഞില്ല. പിന്നെ ഇനി തെളിവ് കേട്ടോ, ഇമാമികൾ ഞങ്ങൾ എഴുതിയ വാദം എന്താണെന്നറിയോ? ഞങ്ങൾ എഴുതിയ വാദം ഒന്ന് ശ്രദ്ധിച്ച്. എന്താ എഴുതിയത്? സുന്നികൾ സാധാരണ ചെയ്യുന്നത് പോലെ മറ്റ് നബിതങ്ങളും മറ്റ് സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യലും അവരോട് സഹായാഭ്യർത്ഥന എന്ന അർത്ഥത്തിലുള്ള പ്രാർത്ഥന നടത്തലും
പൂർവിക ഇമാമിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞതും ചെയ്തതുമായതിനാൽ അവരോട് ഉള്ള സഹായാഭ്യർത്ഥന ഇസ്തിഗാസ ശിർക്കല്ല. ഇമാമിങ്ങള് എത്രയാ ഇമാമിങ്ങൾ ചെയ്തത് നിങ്ങൾക്കറിയോ? ഇതാര് കിതാബാണ്? ഇമാം ഖസ്തല്ലാനിയുടെ കിതാബ്. ഇമാം ഖസ്തല്ലാനി ആരാ? ഇവരെ ഉപ്പാപ്പെട്ട് നേരത്തെ കിതാബ് വെച്ചറിഞ്ഞില്ലേ, അത് പഠിപ്പിച്ച ഇബ്നു അബ്ദുൽ വഹാബ്. ആ ഉപ്പാപ്പ പറയുന്നത് ഇമാം ഖസ്തല്ലാനിയെ പറ്റി എന്താ പറയുന്നത്? വളരെ കൃത്യമായിട്ട് പറയുന്നത്, ഞങ്ങള് വഅലാ ഫഹ്മിൽ ഹദീസ്, ഞങ്ങൾ ഹദീസ് മനസ്സിലാക്കാൻ സഹായം തേടുന്നു. ബിശുറൂഹിൽ അഇമ്മത്തിൽ മുബറസീന, ഇമാമിങ്ങളെ സറഹ് കൊണ്ട്. ആരെ പോലെ? കല്ലസ്കലാനി, ഇമാം അസ്കലാനിനെ പോലെ. വൽ ഖസ്തല്ലാനി, ഇമാം ഖസ്തല്ലാനിനെ പോലെ. അലൽ ബുഖാരി, ഇമാം ബുഖാരിയുടെ സ്വഹീഹ് ശറഹ് എഴുതിയമാണ് ഇമാം ഖസ്തല്ലാനി. ആ ഇമാം ഖസ്തല്ലാനിയുടെ മവാഹിബുൽ ലദുന്യ നോക്ക്, വളരെ കൃത്യമായി ഇമാം ഖസ്തല്ലാനി പറയുന്നു. ഇവരെ ഉപ്പാപ്പയാ പറഞ്ഞ് ഞങ്ങൾ ഇമാം ഖസ്തല്ലാനിന്റെ കിതാബ് നോക്കും. ആ ഇമാം ഖസ്തല്ലാനി പറയുന്നു, വലഖദ് കാന ഹസലലി ദാഉൻ, എനിക്ക് ഒരു രോഗം ബാധിച്ചു. അഹ്യാ ദവാഅഹു അൽ അതിബ്ബാഉ, ആ രോഗം സുഖമാക്കാൻ ഒരു ഡോക്ടർക്കും സാധിച്ചില്ല. സ്വന്തം കിതാബിന് സ്വന്തം ഇമാം പറയാ, ഇത് സനദ് ചോദിക്കണ്ട. വഅഖബ്തു ബിഹി സിനീന, അങ്ങനെ രോഗബാധിതനായി കുറെ കാലം ഞാൻ നടന്നു. എന്നിട്ട് എന്താ ചെയ്തത്? ഒരു ഡോക്ടറിനെ കൊണ്ട് ചികിത്സിക്കാൻ കഴിയാത്ത, ആ ഭൗതിക സഹായം കൊണ്ട് കിട്ടാത്ത സഹായം ഇമാം ഖസ്തല്ലാനി ഫസ്തഗസ്തു ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിയോട് ഞാൻ സഹായം തേടി. എപ്പോഴാ? റസൂലുള്ളാഹിന്റെ ജീവിതകാലത്തല്ല, ലൈലത്തെ സാമിനി വൽ 20 മിൻ ജുമാദൽ ഊല സനത 93 വസമാനിമിയ, ഹിജ്റ 893 ജുമാദുൽ ഊല മാസം 28-ാം തീയതി ഡേറ്റ് അടക്കം. അത് റസൂലുള്ളാഹി ജീവിച്ചിട്ടില്ലല്ലോ. അപ്പൊ വഫാത്തായി പോയ റസൂലുള്ളാഹിയോട് സഹായം തേടി. എന്നിട്ട് പറയുന്നു, വമൻ അലയ്യ ബിൽ ഔദി ഫി ആഫിയത്തിൻ ബിലാ മഹന, എന്റെ രോഗം സുഖമായി. ആരാ പറയുന്നത്? ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ. കാഫറാണോ മൗലവി? നിങ്ങൾ ഉപ്പാപ്പ പറഞ്ഞില്ലേ ഇമാം ഖസ്തല്ലാനി ഞങ്ങൾ സ്വീകരിക്കുന്നു. ആ ഇമാം ഖസ്തല്ലാനിയെ പറയുന്നത്, ഞാൻ റസൂലുള്ളാഹിയോട് ഹിജ്റ 92-ല് റസൂലുള്ളാഹിയോട് ഞാൻ സഹായം തേടി, എന്റെ രോഗം ഡോക്ടറിനെ കൊണ്ട് സുഖമാക്കാൻ കഴിയാത്തത്. ഇമാം ഖസ്തല്ലാനി കാഫറാണോ? ഇമാം ഖസ്തല്ലാനിക്ക് തിരിയാത്ത തൗഹീദ് 4 ഗൂഗിൾ മൗലവിമാർക്ക് തിരിഞ്ഞതാ. 4 ഗൂഗിൾ മൗലവിമാർക്ക് ആകെ ഉള്ളത് എന്താ? ഗൂഗിളിൽ സെർച്ച് ചെയ്യാ, വേറെ കിതാബ് ഒന്നുമില്ല. അപ്പൊ ഈ ഗൂഗിൾ മൗലവിമാർക്കാണ് ഇമാം ഖസ്തല്ലാനിക്ക് തിരിയാത്ത കാര്യങ്ങളൊക്കെ തിരിഞ്ഞത്. കോട്ടക്കണക്കിന് സംഭവങ്ങൾ ഇവിടെ നേരത്തെ വെക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇസ്തിഗാസ ചെയ്യിപ്പിച്ചിട്ട് ഈ മംഗലാപുരത്ത് നിന്ന് നിങ്ങൾ ഗൾഫിലേക്കും കേരളത്തിലേക്കും നിങ്ങൾ അയക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാഹ് ഇസ്തിഗാസ ചെയ്തു. കാഫറാണോ? ആരുടെ ചോദ്യം? ഇതാരുടെ ചോദ്യം? ഇങ്ങോട്ടേക്കല്ല അങ്ങോട്ടേക്കാ ചോദ്യം. ചോദ്യത്തിന് മറുപടിയാ പറയേണ്ടത്. ചോദ്യത്തിന് മറുപടിയാ. നിങ്ങൾ ചോദിച്ച ചോദ്യം നിങ്ങളുടെ ചോദ്യ അവസരത്തിൽ ചോദിച്ചോ, മനസ്സിലാകുന്നുണ്ടോ? അതിന് മറുപടി ഞങ്ങൾ പറയും. നിങ്ങൾ ചോദിച്ചില്ലേ, ഖസ്തല്ലാനിയുടെ കിതാബ് എടുത്തിട്ട് തന്നെ നിങ്ങൾ ചോദിച്ചോളൂ, നിങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ തയ്യാറാ. ഇപ്പൊ ഞങ്ങളെ ചോദ്യത്തിന് മറുപടി പറ. ഒന്നാമത്തെ ചോദ്യം, നെല്ലിക്കുത്ത് മുസ്ലിയാർ അഖീദത്തു സുന്നയിൽ ബിദ്അത്ത് പ്രചരിപ്പിക്കാൻ എഴുതിയ കിതാബില് ഇസ്തിഗാസയെ നിർവചിച്ചത് ഏത് സലഫാ പറഞ്ഞത്? മറുപടിയില്ല. ഞങ്ങൾ രണ്ടാമത് ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് നബിമാരെ വിളിച്ചിട്ട്, അമ്പിയാക്കന്മാരെ വിളിച്ച്, ഔലിയാക്കന്മാരെ വിളിച്ചിട്ട് എനിക്ക് ആഫിയത്ത് തരേണമേ, എനിക്ക് മക്കളെ തരേണേ എന്നിങ്ങനെ ചോദിക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ട് ബബ്ബ അത് പറ്റില്ല, അത് ശിർക്കാണ് എന്ന് അൽ ഹുജ്ജ ഫീ ബയാനിൽ മഹജ്ജ നിങ്ങൾ തൊടണം. ഇനിയും ഒരുപാട് വരാനുണ്ട് നിങ്ങൾക്ക്. ഈ കിതാബ് നിങ്ങൾ തൊടണം. ഇതാണ് ഞങ്ങളുടെ ചോദ്യം. ഇമാം അബുൽ ഖാസിം അൽ അസ്ഫഹാനി ഖവ്വാമുസ് സുന്ന അദ്ദേഹം തന്റെ അഖീദയുടെ കിതാബിൽ പറഞ്ഞ് നിങ്ങൾ തൊടണമെന്ന് പറഞ്ഞിട്ട് അതും തൊട്ടിട്ടില്ല. അടുത്ത ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്ന കാന്തപുരത്തെ നിങ്ങളൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് അയാൾ ഉത്തരം ചെയ്യുന്നോ നോക്കട്ടെ. പ്രാർത്ഥിച്ചിട്ടില്ല. അതാ ഞങ്ങളെ ചോദ്യം. അല്ല എങ്കിൽ മരിച്ചുപോയ നിങ്ങൾക്ക് 2 ആഴ്ച മുൻപും പൊന്നാനിയിലേക്ക് നിങ്ങളുടെ ശൈഖുൽ ഉലമ ഈ പൊന്നാനിക്ക് മരിച്ചു പോയിട്ട് 2 ആഴ്ച മുന്നേ വന്നതല്ലേ ഉള്ളൂ. ഇവിടെ കൊണ്ടുവാ. നിങ്ങളുടെ വിശ്വാസം എന്താ? അർവാഹുൽ മശായിഹി ഹാദിറത്തുൻ യക്ഫുറു, മശായിഖന്മാരുടെ അർവാഹുകൾ ഹാദിറാണ് എന്ന് പറഞ്ഞാൽ അവൻ കാഫിറാണ്. ഞാൻ ചോദിക്കുകയാണ്, ഇബ്നു ബസാസ് റഹിമഹുല്ലയാണോ കാഫിർ? അതല്ല, നിങ്ങളാണോ കാഫിർ? മറുപടി വരട്ടെ, മറുപടി വരട്ടെ. അർവാഹുൽ മശായിഹി ഹാദിറ. നിങ്ങൾ കുറെ കാലമായിട്ട് ഞങ്ങളോട് ചോദിക്കല്ലേ ഇമാമിങ്ങളാണോ കാഫിർ? മറുപടി ഇതിന് വരണം.
മറുപടി വരണം. അർവാഹുൽ മശായിഹി ഹാദിറത്തുൻ, സമസ്തക്കാർ പ്രചരിപ്പിക്കുന്ന ഔലിയാക്കന്മാരുടെ ശൈഖന്മാരുടെ അർവാഹുകൾ ഹാദിറാണ് എന്നൊരാൾ വിശ്വസിച്ചാൽ അവൻ കാഫിറാണ്. നഊദു ബില്ലാഹ്. അപ്പോ ഇബ്നു ബസാസ് റഹിമഹുള്ളയാണോ കാഫിർ? അതല്ല, നിങ്ങളാണോ കാഫിർ? മറുപടി ഇവിടെ വരണം. ഇതുവരെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്നിട്ട് അടുത്ത ജബ്ബാർ മൗലവിയുടെ പേരിലും പച്ചക്കളവ്, ജബ്ബാർ മൗലവിയുടെ പേരിലും പച്ചക്കളവ്. ജബ്ബാർ മൗലവി പറഞ്ഞു പോലും ജിന്നുകളോട് സഹായം ചോദിക്കാം എന്ന്. എവിടെ? ഇലാ യൗമിൽ ഖിയാമ നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ സാധ്യമല്ല. ഫൈസൽ മൗലവിയുടെ പേരിലും നിങ്ങൾ എന്ത് ചെയ്തു? കളവ് പറഞ്ഞു. ഫൈസൽ മൗലവിയുടെ പേരിലും നിങ്ങൾ കളവ് പറഞ്ഞു. ജിന്നുകളെ വിളിച്ചു തേടാമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ കളവും ഇവിടെ തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് ഇത് എന്ത് ചോദ്യ? സാധാരണ ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ കുട്ടികൾ പറയാറുണ്ട്, സാറേ ചെറിയ ചെറിയ ചോദ്യം ചോദിക്കണേ എന്ന് പറയും. അറുവാഹുകൾ ഹാജരാകുന്നോ ഇല്ലേ എന്ന് ചർച്ച വേറെ നടത്തി നിങ്ങൾ സംവാദത്തിന് വ്യവഹരിക്കുള്ളൂ. ഞങ്ങളിപ്പോ ഉദ്ധരിച്ച കിതാബ് എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലേ? അവരാവശ്യപ്പെട്ടത് എനിക്ക് തരാം. അസ്സലാമു അലൈക്കും. അപ്പോ ഞാൻ ആയതോതി ഒരു എന്നുള്ള അക്ഷരം പറഞ്ഞോ. ലാ തജ്അലു ദുആ അർ-റസൂൽ കദുആഇ ബഅദികും ബൈനകും കദുആഇ ബഅദികും ബഅല്ലാ. റസൂലുള്ളയോട് സഹായം തേടുമ്പോ നിങ്ങൾ സാധാരണ യാ മുഹമ്മദ് നിങ്ങൾ മറ്റുള്ളവരെ വിളിക്കുന്നത് പോലെ റസൂലുള്ളാനെ വിളിക്കരുത് കേട്ടോ. പിന്നെയോ യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ് എന്ന് വിളിക്കണം. അതാണ് ഇമാം ഖസ്തല്ലാനി വിളിച്ചത്. ഇനി നോക്കൂ, ഇമാം ഖസ്തല്ലാനിയുടെ മറ്റൊരു കിതാബ് നേരത്തെ പറഞ്ഞല്ലോ. ഈ ഖസ്തല്ലാനിയെ പറ്റി ഇവർ എഴുതിയിട്ടുണ്ട്. എന്താ? അദ്ദേഹം മുജദ്ദിദാണ് പോലും. ഇമാം ഖസ്തല്ലാനിയെ പറ്റി മുജദ്ദിദാണ് എന്ന് വളരെ വ്യക്തമായി നിങ്ങൾ പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ടിരിക്കട്ടെ. പിന്നെ ഈ ഖസ്തല്ലാനി, ഇമാം ഖസ്തല്ലാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ ഇർഷാദു സാരിയിൽ കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടുന്നു. കണ്ടോ? യാ സയ്യിദി യാ റസൂലല്ലാഹ്. കസ്തല്ലാനികാരനായ ഇമാം കസ്തല്ലാനി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ വിളിക്കുക. ഇന്നി അതവജ്ജഹു ബിക ഇലാ റബ്ബിക. ഓ നബിയേ, ഞാൻ തങ്ങളെ മധ്യവർത്തിയാക്കുന്നു നബിയേ. ഫീ ജമീ ഉമൂരി, എന്റെ എല്ലാ കാര്യത്തിലും. അപ്പൊ റസൂലുള്ളാഹിനെ വിദൂരത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഇമാം കസ്തല്ലാനി റളിയല്ലാഹു അൻഹു സഹായം തേടിയത് ഇർഷാദു സാരിയിൽ വളരെ കൃത്യമായി കാണാം. ഇനി നോക്ക് നിങ്ങള്. പിന്നെ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ മുഅ്തറഖുൽ ഖുർആൻ. ആരാ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു? അദ്ദേഹം 9-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് നിങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. ഖാദിയാനി വാദഖണ്ഡനം എന്ന പുസ്തകത്തില് ഇമാം സുയൂത്തിയുടെ പറ്റി മുജദ്ദിദാണെന്ന് പറഞ്ഞു. ആ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ ചെയ്യുന്നത് കണ്ടോ? എന്താ? യാ റസൂലല്ലാഹ് ഇന്നി ഖദ് മുനിതു അനിൽ ഇത്യാനി ഇലൈക ബിദുനൂബിൻ ജനൈതു അലാ നഫ്സി. നബിയേ, എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയുന്നില്ല നബിയേ. വഫാത്തായി പോയ നബിയെ വിളിച്ചുകൊണ്ട് ഇമാം സുയൂത്തി സഹായം തേടുന്നു. നബിയോട് പറയാ, തങ്ങൾ എന്റെ ഉദിറിന് അറിയുന്നുണ്ടല്ലോ, തങ്ങൾ അറിയുന്നു എന്ന്. ആരാ പറയുന്നത്? 9-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദാണെന്ന് നിങ്ങൾ എഴുതി വെച്ച ഇമാം സുയൂത്തി മുഅ്തറഖുൽ ഖുർആനിൽ പറയുന്നു. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരെ ആയത്തോതി വളരെ കൃത്യമാണ്. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ കൃത്യമായ മറുപടി ആയത്ത് കൊണ്ട് ഞാൻ പറഞ്ഞു. കാമാൻ തൊടാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. പിന്നെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ച ആയത്തുകളോ അത് പണ്ടേ നിങ്ങൾ ഓതല. പിന്നെ മറുപടി ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് പണ്ട് മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ട് ഖുർആനെ പറ്റി. ഇത് തൊട്ടാല് പോലും
ഖുർആനെ അവർ മുന്നിൽ വെച്ച് തൊട്ടാൽ പോലും മറുപടിയായി എന്ന് അവർ പറയില്ല. ആ കൂട്ടത്തിൽ നിങ്ങളും പെട്ടവരാ. അതുകൊണ്ട് നിങ്ങൾ പറയോ മറുപടി ആയിട്ടുണ്ടെന്ന്, നിങ്ങളെ കഥ തീരൂലേ അതോടുകൂടി. അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞുകൊണ്ടേയിരുന്നോ, ഞങ്ങൾ കുഴപ്പമില്ല. നിങ്ങൾ ഞങ്ങളെ വാദത്തിന് വ്യക്തമായ തെളിവ് ഖുർആനിന്റെ ആയത്ത് കൊണ്ട്, ഇമാമികളുടെ പ്രവർത്തനം കൊണ്ട് എനിക്ക് കേട്ടോ 25-ലധികം സംഭവങ്ങൾ ഈ ഇസ്തിഗാസക്ക് ഞങ്ങൾ തെളിവായി ഉദ്ധരിക്കും. ഇമാമിങ്ങൾ ചെയ്തത് 25-ലധികം ചരിത്രങ്ങള് കിതാബുകളെ കൊണ്ട് ഞങ്ങൾ തെളിയിക്കും. പിന്നെ നിങ്ങൾ വായിച്ച കിതാബ് അതിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളോട് സഹായം തേടാൻ പാടില്ല എന്ന് ഒരു വാക്ക് പോലും അതിൽ പറഞ്ഞിട്ടില്ല. വഹാബ് എന്ന് പറഞ്ഞാല് അള്ളാഹിനെ ചോദിക്കാൻ പാടില്ല എന്ന് അതിന്റെ അർത്ഥം. അള്ളാഹില്ലാത്തവരോട് ചോദിക്കാൻ പാടില്ല എന്ന് അങ്ങനെ അർത്ഥമുണ്ടോ? റസാഖ് എന്ന് പറഞ്ഞാൽ ഈ റിസ്ക് നൽകുന്നവൻ, ഞാൻ മറ്റുള്ള ആളുടെ റിസ്ക് ചോദിക്കാൻ പാടില്ല എന്നുണ്ടോ? നിങ്ങൾ വായിച്ച കിതാബിൽ നിങ്ങളെ വാദത്തിന് ഒരു കാമെന്നുള്ള തെളിവ് പോലില്ല. വെറുതെ വായിക്കല, ഞങ്ങൾ കിതാബ് വായിച്ചിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടി വെറുതെ ഒരു കിതാബ് വായിച്ചതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വാദിച്ച കിതാബിൽ, നിങ്ങൾ ഓതിയ കിതാബിൽ ഔലിയാക്കളോട് അതുപോലെ അമ്പിയാക്കളോട് സഹായം തേടാൻ പാടില്ല എന്ന് എവിടെയാ ഉള്ളത്? ഈ വാർത്തൊന്ന് വായിക്കേ. ആ കിതാബലി ഇതൊന്നും കണ്ടിട്ടില്ലല്ലേ? നന്നായി. തരൂ വായിക്കണം. അല്ല കിതാബ് അൽഹംദുലില്ലാ. ഇതൊക്കെ കിതാബ് ഓതി പഠിക്കണമെന്ന് പറഞ്ഞാല് നിങ്ങൾ ചുമ്മാ അല്ല നിങ്ങളോട് കിതാബ് ഓതി പഠിക്കും. ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയല്ലേ, ഇതാ പറഞ്ഞ നല്ല ഉസ്താദന്മാരുടെ കീഴില് നല്ല അതവോട് കൂടി ഓതി പഠിച്ചു വന്നാലേ ഇതെന്താണെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, നെല്ലിക്കുത്ത് മുസ്ലിയാർ ഇസ്തിഗാസയ്ക്ക് നൽകിയ നിർവചനം സലഫുകളിൽ ആരും പറഞ്ഞിട്ടില്ല. അതിവിടെ തെളിഞ്ഞു. ഒരൊറ്റ ഇമാമിനെയും സലഫിൽ നിന്ന് ഉദ്ധരിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത് ചോദിച്ചു, നബിയെ വിളിച്ചിട്ട് ഹബ്ലിൽ ആഫിയ എന്ന് ചോദിക്കാമോ? അതിനും മറുപടിയില്ല. ചോദിക്കാമെന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നബിയെ വിളിച്ചിട്ട് പാപമോചനം തേടാം, മക്കളെ ചോദിക്കാം, ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് പടപ്പുകളുടെ കഴിവിൽ പെടാത്തതാണ് എന്ന് ഷാഫി മദ്ഹബുകാരനായ ഇമാം ഖവ്വാം സുന്ന എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന അസ്ബഹാനി തന്റെ അൽ ഹുജ്ജയിൽ പറഞ്ഞു. അതും തൊട്ടിട്ടില്ല. കിതാബ് തരാം, കിതാബ് കയ്യിലേക്ക് തരാം, നോക്കിയിരിക്കാനല്ല, നോക്കിയിരുന്നിട്ട് കൈമാറാനല്ല, മറുപടി പറയാൻ വേണ്ടിയിട്ട് തരാം. കോടതി പിരിഞ്ഞിട്ട് ഇനി കഥ പറയരുത്. ഇന്ന് നിങ്ങൾ ഇതിനെ എണ്ണിച്ചിട്ടില്ല. എന്താണ് ഇബ്നു ബസാസ് റഹിമഹുല്ലാ പറയുന്നു, അർവാഹുൽ ഉലമാഉന ഖാല ഉലമാഉന മൻ ഖാല അർവാഹുൽ മശായിഹി ഹാദിറ യക്ഫുറു, കാഫിറാകും. ഇനി ഞങ്ങളുടെ അടുത്ത ചോദ്യം, റബീഉൽ അവ്വൽ ആകുമ്പോൾ നിങ്ങൾക്ക് കെ മൗലവിയോട് വല്ലാത്ത സ്നേഹമല്ലേ? കെ മൗലവിയോട് വല്ലാത്ത സ്നേഹമല്ലേ? ഞങ്ങൾ ചോദിക്കാണ്, കെ മൗലവി റഹിമഹുല്ലാ പറയുന്നു, ഔലിയാക്കൾ അവരുടെ അടുത്ത് നിന്നാകട്ടെ ദൂരെ നിന്നാകട്ടെ, ഒരു ചോദ്യത്തിന് മറുപടി,
അഥവാ അടുത്തു നിന്നും അകലെ നിന്നുമൊക്കെ വിളിക്കുന്നവരുടെ വിളി അറിയുകയും കേൾക്കുകയും എന്നൊക്കെയുള്ള വിശ്വാസം, ആ വിശ്വാസത്തെക്കുറിച്ച് കെ മൗലവി പറയുകയാണ്, ഈ മനുഷ്യൻ വിശ്വാസം ദുഷിച്ചു പോയിട്ടുള്ള ഒരാളാണ്. മാത്രമല്ല ഇയാളുടെ മേൽ താൻ കാഫിറായി പോകുമെന്ന് ഭയപ്പെടണം. എന്തുകൊണ്ടെന്നാൽ ഔലിയാ ദൂരെ നിന്ന് വിളി കേൾക്കുമെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. കെ എം മൗലവി മുബ്തദി ആണോ അതോ നിങ്ങളാണോ മുബ്തദി? ഞങ്ങളുടെ ഇമാമായ കെ എം മൗലവി, നിങ്ങൾ പോലും നബിദിനത്തിന് അംഗീകരിക്കുന്ന കെ എം മൗലവി റഹിമഹുല്ല, അദ്ദേഹം മുബ്തദി ആണോ അല്ലയോ? നിങ്ങളാണോ മുബ്തദി? പറയണം. അഥവാ നിങ്ങളുടെ വിശ്വാസത്തെ അദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യന്റെ വിശ്വാസം ദുഷിച്ചു പോയിട്ടുള്ള ഒരാളാകുന്നു. മാത്രമല്ല ഇയാളുടെ മേൽ താൻ കാഫിറായി പോകുമെന്ന് ഭയപ്പെടണം. എന്തുകൊണ്ടെന്നാൽ ഔലിയാ ദൂരെ നിന്ന് വിളി കേൾക്കുമെന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല. എല്ലാ കാലത്തും സർവ വ്യക്തിപരമായ കാര്യങ്ങളും മുഴുവനും അറിയുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രത്യേക ഗുണമാകുന്നു. ഈ പറഞ്ഞ നിങ്ങളുടെ വാദം, നിങ്ങൾക്ക് നബിദിനത്തിന് കെ എം മൗലവിയോട് പ്രത്യേക മമതയാണല്ലോ. ഞങ്ങളുടെ ഇമാമായ കെ എം മൗലവി, നിങ്ങൾ പോലും നബിദിനത്തിന് അംഗീകരിക്കുന്ന കെ എം മൗലവി, ആ കെ എം മൗലവി മുബ്തദി ആണോ അല്ലയോ? നിങ്ങളാണോ മുബ്തദി? പിന്നെ ഒരു ആയത്തോതി, എന്താ ലാ തജാലു ദുആ റസൂൽ, ഒരു നോട്ട് പുള്ളി തയ്യാറാക്കി വന്നു. ഞങ്ങൾ ആ നോട്ടിൽ നിന്ന് ചോദ്യം ചോദിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യാ? ചോദിക്കാത്ത ചോദ്യത്തിന് ആയത്തുണ്ടാക്കി മറുപടി പറയാ. അപ്പൊ കെ എം മൗലവിയാണോ മുബ്തദി, നിങ്ങളാണോ? നല്ല തെളിവാ കെ എം മൗലവിന്റെ ബുക്ക്. നിങ്ങൾക്ക് സക്കരിയ സലാഹിന്റെ വായിക്കായിരുന്നു. അതിനേക്കാള് കെ എം മൗലവിന്റെ പുസ്തകം സുന്നികൾക്കെതിരെ വായിക്കുക, കട്ട വഹാബിൻ്റെത്. നിങ്ങൾക്ക് ഇതിനേക്കാൾ വേറെ പണി നോക്കിക്കൂടെ കൂട്ടരെ? ആ കട്ട വഹാബി കെ എം മൗലവിന്റെ ബുക്ക് സുന്നികൾക്കെതിരെ കൊണ്ടുവന്ന് വായിക്കുക, പോയത്താന്നല്ലാതെ വേറെന്താ പറയുള്ളത്? പിന്നെ നിങ്ങൾ കിതാബ് അർവാഹുൽ ഞങ്ങൾ പഠിപ്പിച്ചരാ. നിങ്ങൾ വിചാരിച്ചത് കിതാബ് അങ്ങ് വായിച്ചാല് ഞങ്ങൾ അങ്ങ് മിണ്ടാതെ പോകുന്ന ഇത്? നിങ്ങൾ ഇതനുസരിച്ച് കാഫിർ എന്ന് പറഞ്ഞാൽ വകീല ഇൻകാന ബിഖൗമിൻ ബിമസാഅതിഹി വമസറതിഹി കമാ യഖൂമു ബിഅംദി നഫ്സിഹി ലാ യക്ഫുർ വഅൻ ഹാദാ ഖാല ഉലമാഉന മൻ ഖാല അർവാഹുൽ മശായിഖ് ഖാലിറതു യക്ഫുർ വഇദാ ഖാല അർറജുലു അവിൽ മർഅതു അന അഅലമുൽ മസ്റൂഖാതി യക്ഫുറു. കട്ട സാധനം എനിക്കറിയാമെന്ന് പറഞ്ഞാൽ കാഫിർ ആകും.